നാരായണ 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 നാരായണ. ശ്രീഗുരും കരുണാമൂർത്തിം വന്ദേ സർവശുഭാസ്പദം. യേന ജ്ഞാനപ്രകാശേന ദർശിതം ഭഗവത്പദം. ശ്രീമദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുക്തം നമാമി ഗജാനനം. മഹാഗണപതയേ ശരണം. നിത്യാനന്ദകരീ വരാഭയകരീ സൗന്ദര്യരത്നാകരീ നിർധൂതാഖിലഘോരപാപനികരീ പ്രത്യക്ഷമാഹേശ്വരി പ്രാലേയാചലവംശപാവനകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തൈശ്വരിതൈസ്തുതീയൈ യഥാമതിസ്തുൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുർവന്തം ശങ്കരം സദ്ഗുരും ഭജേ. പിഞ്ചാവതം സമദസീ കുസുമാവഭാസം പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരം ആത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കോടിജന്മ സമുദ്ധാന പുണ്യേനൈവ തു ലഭ്യത്തെ. കോടിജന്മങ്ങളിൽ ചെയ്തതായ പുണ്യം, ആ പുണ്യമാണ് ഈശ്വരനെ ഇത്രയ്ക്കടുത്ത് അറിയാൻ സാധിക്കുന്ന ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിക്കാൻ കാരണം. ഹന്തഭാഗ്യം ജനാന എന്ന് യാതൊരു ഭഗവാന്റെ മഹിമയെ പാടിക്കൊണ്ട് മേൽപ്പത്തൂര് ഗുരുവായൂരിൽ വെച്ച് പറഞ്ഞുവോ, ലോകത്തിൻ്റെ മുഴുവനും ഭാഗ്യം ഈ ഗുരു പവന പുരമായ ശരീരമാകുന്നതായ ക്ഷേത്രത്തിൽ ഗുരുവായിട്ടുള്ള പവനൻ ശ്രേഷ്ഠനായ പ്രാണവായുവായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യജന്മം അത് ലഭിച്ച ജനങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞു. അതേ മേൽപ്പത്തൂര് തന്നെ ക്ഷുദ്രദൈവ സ്ഫുടേയം, ഈ ഒരു മനുഷ്യജന്മം കിട്ടിയാലും അതിനെ വേണ്ടതുപോലെ സ്വീകരിക്കാത്ത, അതിൻ്റെ മഹിമ അറിയാത്ത ആൾക്കാരുടെ ക്ഷുദ്രതയെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കും സംഭവിക്കാവുന്നതാണ് ഈ ക്ഷുദ്രതകളൊക്കെ. കണ്ണുകളിൽ കാണുന്ന കാഴ്ചകളിൽ കൂടിയും കാതിൽ കേൾക്കുന്ന പലതരത്തിലുള്ള വാർത്തകളിൽ കൂടിയും കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയും ഒക്കെ കലിയുഗത്തിൻ്റെ ദോഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും കയറാതിരിക്കില്ല. എത്ര ശ്രദ്ധിച്ചാലും കയറും.
ഇത്രയ്ക്കൊക്കെ ദോഷങ്ങൾ കയറാനിടയുള്ള ഈ കലിയുഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നമുക്കിതാ ഇങ്ങനെയൊരു സത്രവേദിയിൽ എത്താൻ സാധിക്കുക, എത്രയോ ഭാഗവതന്മാരായ പരമജ്ഞാനികളായ ആചാര്യന്മാരുടെ അമൃതവാണികളെ ശ്രവിക്കാൻ സാധിക്കുക, ഒപ്പം ഞങ്ങളെപ്പോലെ ഇവിടെ എത്തിച്ചേരുന്ന ആൾക്കാർക്ക് എത്രയോ ഭാഗവത ഗുരുനാഥന്മാരിൽ നിന്നും ഭാഗവത കഥാമൃതത്തെ സ്വീകരിച്ച നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങളെ കാണാൻ സാധിക്കുക. ഇത്തരത്തിലൊരു രംഗം നമുക്കിവിടെ ഒരുക്കിത്തന്ന സർവേശ്വരനായ ആ ജഗദീശ്വരൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവതം ഭഗവാനെ നമുക്ക് നേരിട്ട് കാട്ടിത്തരുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നത്. ഭഗവാനെ കാട്ടിത്തരുന്നത് കൊണ്ടാണ് ഭാഗവതം. ഭഗവാനെ അറിയാൻ പറ്റുന്ന ധിഷണ, ആ ബ്രഹ്മാവലോക ധിഷണയാണ് ഇങ്ങനെ ഇവിടെ ഈ ഇരിപ്പിടത്തിലിരിക്കാൻ നമുക്ക് ആകെയുള്ള കൈമുതൽ. ഈ മതിലിൻ്റെ പുറത്തെത്തിയാൽ സാധാരണ ജായത്തെ ഇത് ജന്തു, ജനിച്ച സകല ജന്തുക്കളും ചെയ്യുന്ന ആഹാര നീഹാരാദികൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്തേക്ക് കയറിയിരിക്കുമ്പോൾ അല്പസമയം മനസ്സിനെ ശാന്തമാക്കി ഹൃദയത്തിൽ ആ ഈശ്വരചിന്തയെ കൊണ്ടുവരാൻ ശ്രമിക്കാനും അതിന് സാധിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് മനുഷ്യജന്മത്തിൻ്റെ മഹത്വം. ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമല്ല നമ്മൾ ഓരോരുത്തരും എന്ന് ഭാഗവതം പല പല കഥകളിൽ കൂടി ഓർമ്മിപ്പിച്ചു. പുരഞ്ജന ചരിതം എന്ന നാരദര് ഉപദേശിച്ച ഒരു കഥയിൽ കൂടി എന്നോ തന്നെ വിട്ടുപോയ ആ തൻ്റെ അംശമായ കൂട്ടുകാരനെ തേടി പരമാത്മാവായ ആ ഭഗവാൻ ഗുരുനാഥൻ്റെ രൂപത്തിൽ അവതരിച്ച് നീയും ഞാനും ഒന്നാണ് എന്ന് കൈപിടിച്ച് ബോധ്യപ്പെടുത്തുന്നതും ആ പരമതത്വത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതായ ആ ജീവൻ ഗുരുനാഥൻ്റെ അനുഗ്രഹത്താൽ പരമഹംസഭാവത്തിലേക്ക് ഉയരുന്നതുമായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഭാഗവതത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെ. പരമഹംസഗതോ ലഭേത, പരമഹംസഭാവത്തിലേക്ക് ഉയർത്തുക. എന്താ പരമഹംസഭാവം? ഭഗവാൻ തന്നെ ഹംസസ്വരൂപിയായി ബ്രഹ്മാദി സനകാദി യോഗീശ്വരന്മാർക്ക് മുൻപിൽ ഉപദേശിച്ച തത്വം. പാലും വെള്ളവും കലർത്തിയാൽ അതിൽ നിന്ന് പാലിനെ വേർതിരിച്ചെടുക്കുന്ന ആ ഹംസഭാവത്തിലേക്ക് സത്യവും മിഥ്യയും കലർന്നതായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പരമാർത്ഥത്തെ, പരമസത്യത്തെ വേർതിരിച്ചെടുക്കലാണ് പരമഹംസഭാവം. അത്തരത്തിലുള്ള പരമഹംസന്മാർക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന പദവിയാണ് ഈശ്വരനെ അറിയുക എന്നുള്ളത്. പക്ഷേ ഭാഗവതത്തിൽ കുന്തിദേവി പറയും, കഥം പശ്യേമഹി സ്ത്രീയ, ഭഗവാനെ ഞങ്ങൾക്കത് സാധിക്കണോ? കാരണം ഞങ്ങൾ സ്ത്രീകളാണ്. ആരാ സ്ത്രീ? സ്ത്രീ എന്ന വാക്കിൽ 3 അക്ഷരം സ ത ര. അപ്പോൾ സ്ത്രീ എന്ന് വെച്ചാൽ സത്വ രജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൽ സുഖദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജീവൻ്റെ അവസ്ഥ. ഇങ്ങനെ ഗുണങ്ങളുടെ അടിമയായി കഴിയുന്നതായ ഒരു ജീവന് നിർഗുണനായ നിരാകാരനായ ആ പരമഹംസന്മാർക്ക് മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന പദവിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? അവിടെയാണ് പലവിധത്തിലുള്ള യോഗോപാസനകൾ ഭഗവാൻ ഈ ജീവന് നൽകിയത്.
യോഗേശ്വരൻ എന്നൊരു പേരുണ്ട് ഭഗവാന്. ഭഗവത്ഗീതയിൽ കൂടിയിട്ടൊക്കെ അർജുനാദികൾക്ക് എത്രയോ തരത്തിലുള്ള യോഗോപാസനകളെ ഉപദേശിച്ചു കൊടുത്തു. ധ്യാനയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം തുടങ്ങിയ യോഗോപാസനകൾ. എത്തേണ്ടത് പരമേവ ലക്ഷ്യം, ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ. എങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് ഒരു ജീവന് എത്താൻ അവൻ്റെ ഗുണങ്ങൾ ഏത് തരത്തിലാണോ അവനെ സമ്മതിക്കുന്നത് അതിൽ കൂടി പോകാം, ഒരു നിർബന്ധമില്ല. എനിക്ക് കുറച്ച് കഥ കേൾക്കലും, കുറച്ച് നാമം ജപിക്കലും, ഭഗവാന്റെ വിഗ്രഹത്തിനെ ആരാധിക്കലും, പുഷ്പാഞ്ജലി ചെയ്യലും, അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിന് സ്വീകാര്യത എങ്കിൽ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കൂ. അവിടെ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. പക്ഷെ ചില ആൾക്കാർക്കുണ്ടല്ലോ, ഈ ഭാഗവതം ഇങ്ങനെ വന്നിരുന്നാലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കണം. എനിക്കെന്തെങ്കിലും ചെയ്യലാണ് സന്തോഷം. എനിക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ചെയ്യലാണ് സന്തോഷം. അങ്ങനെ ചെയ്യാനുള്ളവർക്കും ഒരു യോഗമുണ്ട്, കർമ്മയോഗം. ഇവിടെ ഇപ്പോൾ ഈ ഒരു മഹാസത്രത്തിന് വേണ്ടിയിട്ട് എത്രയോ ചെയ്യലുകൾ നടക്കുന്നുണ്ട് അല്ലേ? ഇത്രയും വൃത്തിയായിട്ട്, ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനൊരു രംഗം ഒരുങ്ങിയത് മുതൽ ഈ സത്രം കഴിഞ്ഞ് നമ്മൾ പോയാലും അതിന് കഴിഞ്ഞാലും ഈ ചെയ്യലുകൾ ഇവിടെ ബാക്കിയുണ്ട്. എങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാലോ. അത് കർമ്മയോഗമാണ്. നാരായണായേതി സമർപ്പയാമി. ഈ ഒരു സത്രത്തിന്, ഈ ഒരു യജ്ഞത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു സത്സംഗമത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു കർമ്മയോഗമാണ്. അല്ല, ചെയ്യലല്ലല്ലോ ഭക്തി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും അല്ലല്ലോ. ഈ പറഞ്ഞ കാണുന്ന രൂപമോ ഇതിനൊക്കെ അപ്പുറമുള്ള ശക്തിയല്ലേ എന്നുള്ള ഭാവത്തിലേക്ക് നിങ്ങളുടെ ഗുണം നിങ്ങളെ ഉയർത്തിയിട്ടുണ്ടോ? എങ്കിൽ സംശയിക്കേണ്ട, നേരെ ധ്യാനയോഗത്തിലേക്ക് കയറൂ. ഏത് യോഗോപാസനകളിലാണോ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ഈശ്വരനെ അറിയാനായിട്ട് സമ്മതിക്കുന്നത്, ആ യോഗോപാസനയിൽ കയറൂ. യഥേച്ഛസി തഥാ കുരു. ഒരു നിർബന്ധവും ഇന്നതിൽ വരണം എന്ന പിടിവാശി പറഞ്ഞില്ല നമ്മുടെ സനാതനധർമ്മം. എത്തേണ്ടതൊരേ സ്ഥലത്തേക്കാണെങ്കിലും നമ്മൾ വിവിധ വാഹന സൗകര്യങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ബോംബെയിലേക്ക് പോകാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ബസ്സുണ്ടല്ലോ വൈകുന്നേരം. അയ്യോ ഇത്ര ദൂരോ ബസ്സിലോ? ബസ്സിൽ കുറേ സമയം ഇരുന്നാലേ ഞാൻ ചിലപ്പോൾ ചില കലാപരിപാടിയൊക്കെ പതിവുണ്ട്. എന്നാൽ പിന്നെ വേണ്ട, ട്രെയിനിന് പോയിക്കോളൂ. അത് സമയമെടുക്കില്ലേ, എന്നാൽ ഫ്ലൈറ്റിന് പോയിക്കോളൂ. നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ ദേഹശക്തിക്കും അനുസരിച്ച് ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എത്തേണ്ടത് ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ. ഇത്രയും യോഗോപാസനകൾ ഭഗവാൻ നമുക്ക് നൽകിയത് കൊണ്ടാണ് യോഗേശ്വരൻ എന്ന് ഭഗവാന്റെ പേര്. എത്ര യോഗേശ്വര കൃഷ്ണ എന്ന് ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെ ധ്യാനത്തിൽ കൂടി ഓർമ്മിപ്പിച്ചതും അതുകൊണ്ടാണ്. എന്തിനാ ഈ യോഗങ്ങളൊക്കെ ഭഗവാൻ ഉണ്ടാക്കിയത്? ഭഗവാനെ നമുക്ക് കിട്ടാൻ എന്നാണ് നമ്മൾ പറയുക. എന്നാൽ നമ്മളെ ഭഗവാന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. മമൈവാംശ, ഈ പ്രപഞ്ചത്തിലുള്ളതായ സകല ജീവചൈതന്യങ്ങളും എൻ്റെ അംശമാണ് എന്ന ആ ഭഗവാന്റെ വാക്കുകൾ ഓർക്കുമ്പോൾ ഭഗവാനെ നമുക്ക് കിട്ടല്ല വേണ്ടത്, നമ്മളെ ഭഗവാന് പിടികിട്ടണം. ഭഗവാൻ നമ്മളെ പിടിക്കണം. അങ്ങനെ ഭഗവാനിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടി നൽകിയതായ യോഗ പദ്ധതികൾ. പക്ഷെ എന്ത് ചെയ്യാം? ഇത്രയും യോഗോപാസനകൾ ഈശ്വരനിലേക്ക് തിരിയാൻ നമുക്കുണ്ട്. ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയിൽ ഒരു തെങ്ങിനെ ശ്രദ്ധിച്ചു ഞാൻ. ആ തെങ്ങ് വളഞ്ഞ് വളരുന്നുണ്ട്. എന്തിനാ ഇവരിങ്ങനെ വളയുന്നത്? ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, സൂര്യപ്രകാശം കിട്ടണില്ല. തെങ്ങിന് ബോധമുണ്ട്, താൻ വളരുന്നതും താൻ വളരേണ്ടതും സൂര്യപ്രകാശത്തിലാണ് എന്ന ബോധം. അതിന് മുകളിലൊരു തടസ്സം വന്ന് നിൽക്കുമ്പോൾ, അതിന് മുകളിലൊരു തണൽ വന്ന് നിൽക്കുമ്പോൾ
തെങ്ങ് എന്ത് ചെയ്യും? എൻ്റെ വിധി, ഞാൻ ഇത്രേ വളരുള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ജീവിതം വളരാനില്ല എന്നും പറഞ്ഞ് തെങ്ങ് അവിടെ ഇങ്ങനെ തലകുന്തി നിൽക്കുവോ? ഇല്ല. മുകളിലൊരു ഒരു തടസ്സമുണ്ട് എന്നുണ്ടെങ്കിൽ തെങ്ങ് തടസ്സത്തെ മാറ്റാൻ നോക്കില്ല, ഒരു വിഷമവും ഇല്ലാണ്ട് അല്പം ഒന്ന് വളയാൻ തുടങ്ങും. ക്രമേണ ക്രമേണ പൂർണ്ണമായും ആ സൂര്യനെ, ആ സൂര്യപ്രകാശത്തെ ഏറ്റെടുക്കാൻ തയ്യാറായി വീണ്ടും മുകളിലേക്ക് കുതിക്കുന്നത് പോലെ ആ തെങ്ങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ജീവിക്കണം എന്ന്. ആ തെങ്ങിൻ്റെ ചോട്ടിൽ കൂടി വരുന്ന മനുഷ്യന്മാർ ആയിട്ടുള്ള നമ്മൾ ആ ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം കൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഈശ്വരനിലേക്ക് ഇങ്ങനെ ഉയരല്ലേ വേണ്ടത്. അങ്ങനെ ഉയരാനുള്ള യോഗ പദ്ധതികളൊക്കെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും യോഗ പദ്ധതികൾ നമുക്കുണ്ടെങ്കിലും കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം തുടങ്ങിയ യോഗോപാസനകളൊക്കെ ഭഗവാൻ തന്നാലും നമ്മളൊരു യോഗം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേതാ നമ്മളുണ്ടാക്കിയ യോഗം? നമ്മളുണ്ടാക്കിയൊരു യോഗമില്ലേ? നമ്മളൊക്കെ താടിക്ക് കൈകൊടുത്ത് പറയണൊരു യോഗമുണ്ട്. അതെന്ത് യോഗ? കർമ്മയോഗം, ജ്ഞാനയോഗം ഒന്നുമല്ല. പിന്നെയോ എൻ്റെ യോഗം. ഇങ്ങനൊരു യോഗം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എന്താ ഈ എൻ്റെ യോഗം? ഇപ്പോൾ ഇവിടെ പ്രഭാഷണം കേൾക്കണം, കുറച്ച് ഭാഗവതം കേൾക്കണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്നൊരു ഫോണ് വന്നു. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ആ ഗേറ്റിനടുത്ത് എത്തുമ്പോൾ അവിടെ വെച്ചൊരാളെ കണ്ടു. എന്തേ വേഗം പോണത്? ഇപ്പോൾ പറഞ്ഞു വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ആരാ വന്നത്? കുറേ വർത്തമാനം പറഞ്ഞു, 1 മണിക്കൂർ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ട്. അവസാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയണൊരു വാക്കെന്താ അറിയോ? കുറച്ച് ഭാഗവതം കേൾക്കാൻ വിചാരിച്ചു വന്നതാ, പറ്റണില്ല, എൻ്റെ യോഗം. ആലോചിച്ച് നോക്കൂ, ആ 1 മണിക്കൂർ ഇവിടെ ഇരിക്കായിരുന്നില്ലേ? അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ വാക്ക് പറയണ ആ ഒരു സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടുമായിരുന്നില്ലേ? കിട്ടുമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരണത്, ഭഗവാൻ നമുക്ക് സൗകര്യം ഒരുക്കാഞ്ഞിട്ടല്ല, ഭഗവാനിലേക്ക് തിരിച്ച് നമ്മളെ ചേർക്കാൻ നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് ഈശ്വരൻ. സുദാമാവ് എന്ന ഭക്തനെ തൻ്റെ മാറിലേക്ക് ചേർക്കുമ്പോൾ ഭഗവാന്റെ താമര കണ്ണുകൾ ഒന്ന് നിറഞ്ഞു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. നേത്രാഭ്യാം പുഷ്കരേക്ഷണ. എന്തേ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞത്? രാമപുരത്ത് വാര്യര് എന്ന ഭാഗവതൻ ഒരു കവി അദ്ദേഹത്തിൻ്റെ വഞ്ചിപ്പാട്ടിലെഴുതി, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കരഞ്ഞിട്ടൊക്കെയുണ്ട്, വെണ്ണ കട്ടിട്ടില്ല, മണ്ണ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സുദാമാവിനെ മാറിലേക്ക് ചേർത്തപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതുപോലെ ഭഗവാൻ കരഞ്ഞിട്ടില്ല എന്നാ. എന്തുകൊണ്ടാണ് കരഞ്ഞത്? രാമപുരത്ത് വാര്യര് ചോദിച്ചത് തൻ്റെ കൂട്ടുകാരൻ്റെ ദാരിദ്ര്യം കണ്ടിട്ടാവാം, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് ആ കൂട്ടുകാരനെ കിട്ടിയ സന്തോഷത്തിലാവാം. പക്ഷെ ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാ ആ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞത് എന്ന്. സഖ്യുപ്രിയസ്യ വിപ്രഋഷേഹേ അംഗസംഗാതി നിർവൃത. തന്നിൽ നിന്ന് അജ്ഞാനത്തിലേക്ക്, പ്രാരബ്ധത്തിലേക്ക് വീണുപോയ ഒരു ജീവനെ തന്നിലേക്ക് തിരിച്ചു കിട്ടുമ്പോൾ ആ ഈശ്വരനുണ്ടാകുന്ന ആനന്ദമാണത്രയത്. അപ്പം തന്നിൽ നിന്ന് വേർപെടുന്ന ഒരു ജീവൻ എന്ന് പറയുമ്പോൾ ഈ പ്രാരബ്ധത്തിലേക്ക് നമ്മൾ വന്ന് സങ്കടപ്പെടുന്നതിനേക്കാളും നമ്മളെ തിരിച്ചു കിട്ടാൻ ഭഗവാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വേർപിരിയുമ്പോൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് ഭഗവാനാണ് അല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരൻ ഈയിടെ ദിവസം എന്നോട് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണത്രേ. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദനയ്ക്ക് എന്തോ ഒരളവ് പോലുണ്ട്. അതിൻ്റെ 3 or 4 ഇരട്ടിയാണത്രേ പ്രസവ വേദന. എന്താ ഇത്ര വലിയ വേദന? ഇത്ര കാലം തന്നിലൊരംശമായി കഴിഞ്ഞ ഒരു ജീവൻ
അല്ലേ? താൻ കഴിച്ച ഭക്ഷണം, താൻ ശ്വസിച്ച വായു, അങ്ങനെ തൻ്റേത് എന്ന് കരുതിയ ആ ജീവൻ തന്നിൽ നിന്ന് വേർപെടുമ്പോഴുള്ള ഒരു വേദന. അത് കുട്ടിക്കുണ്ടോ പ്രസവ വേദന? കുട്ടിക്കുണ്ടോ? ഇല്ല. പ്രസവ വേദന ആർക്കാ? അമ്മയ്ക്ക. അപ്പോൾ ഈ കൂട്ടുകാരൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, അപ്പോൾ ഭഗവാൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മളൊക്കെ ആ ഈശ്വരൻ്റെ, ഭഗവാന്റെ അംശങ്ങളായ നമ്മളൊക്കെ ഈ അജ്ഞാനമാകുന്നതായ ശരീര അഹങ്കാരത്തിലേക്ക് അധപ്പതിക്കുമ്പോൾ ഭഗവാൻ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ പ്രസവ സമയത്തുള്ള വേദന പ്രസൂതി വൈരാഗ്യത്തിന് വരെ ഇടയാക്കും. എന്താ പ്രസൂതി വൈരാഗ്യം? പ്രസവിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്കൊരു വൈരാഗ്യം വരും അത്രേ. ആ വേദന സഹിക്കുന്ന സമയത്ത് ഏതമ്മയും തീരുമാനിക്കും, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്ന്, ഇനി ഞാൻ പ്രസവിക്കില്ല എന്ന്. പക്ഷേ ഈ വലിയ വേദന അടുത്ത നിമിഷം ഈ അമ്മ മറക്കും. ഇത്രയും വലിയ വേദന അടുത്ത നിമിഷം ഈ അമ്മ മറക്കും. എപ്പോഴാ അറിയോ? എപ്പോഴാ? അമ്മമാരുണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ അല്ലേ? പുറത്തേക്ക് തന്നിൽ നിന്ന് വേർപെട്ട ആ കുഞ്ഞിനെ ആ ഡോക്ടർ എടുത്ത് ആ അമ്മയുടെ മാറിടത്തിലേക്ക് അങ്ങ് ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മയുടെ വേദന മാറി ആ കണ്ണുകൾ ഒന്ന് നിറയാനുണ്ട് അല്ലേ? തന്നിൽ നിന്ന് വേർപെട്ട തൻ്റേതെന്ന് കരുതിയ ആ ജീവനെ വീണ്ടും തൻ്റെ മാറിടത്തിലേക്ക് കിട്ടുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ ഒന്ന് നിറയാനുണ്ട്. അതാണ് ഭഗവാന്റെ ആ കണ്ണുനീര്. ഇതുപോലെ ഓരോ യോഗോപാസനകളിൽ കൂടിയിട്ടും ഈ അജ്ഞാനത്തിലേക്ക് അധപ്പതിച്ചതായ ജീവനെ ഉയർത്തി 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 തന്നിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഭഗവാൻ കാട്ടുന്ന ആ കാരുണ്യമാണ്, ഭഗവാന്റെ ആ ആഗ്രഹമാണ് ഓരോ ഭാഗവത യജ്ഞങ്ങളും ഇത്തരത്തിലുള്ള സത്രവേദികളും. അപ്പോൾ ഭാഗവതം ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്നുള്ളതിനേക്കാളും ഭഗവാൻ നമ്മളെ അങ്ങോട്ടേക്ക് ഏറ്റെടുക്കുന്നത് എന്ന് കരുതാം. ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണം. എന്തിനാ ലക്ഷണങ്ങൾ? ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനുള്ളതാണ് ലക്ഷണങ്ങൾ. ഇവിടെ അടുത്തെവിടെയോ ഒരു ക്ഷേത്രമുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പോവുക? ലക്ഷണം നോക്കിയിട്ടാണ്. ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ടോ? ക്ഷേത്രത്തിൽ തൊഴുതു വരുന്ന ആൾക്കാരെ കാണുന്നുണ്ടോ? ക്ഷേത്രത്തിൻ്റെ ബോർഡുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ടാണ്, ലക്ഷണം നോക്കിയിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഇതുപോലെ ദശലക്ഷണങ്ങളോടുകൂടിയ ഭാഗവതത്തിൽ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം. 10ാമത്തെ ലക്ഷണം ആശ്രയം എന്നുള്ളത് ലക്ഷണവും ഒപ്പം നമ്മുടെ ലക്ഷ്യവുമാണ്. ആശ്രയം ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന നിമിഷം മുതൽ നമ്മൾ തുടങ്ങിയ കരച്ചില. ആരെ ഞാൻ ആശ്രയിക്കണം? ആരെ ഞാൻ ആശ്രയിക്കണം? ആശ്രയിച്ച് നോക്കുന്നുണ്ട് നമ്മൾ, പരമാവധി ആശ്രയിച്ച് നോക്കുന്നുണ്ട്. പലതിനെയും ആശ്രയിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ കൊട്ടുമുമ്പ് പാരായണം ചെയ്തില്ലേ? സുഖായ ദുഃഖമോക്ഷായ കുർവാദേ ദമ്പതിക്രിയ തതോ അനിവൃപ്തി അപ്രാപ്തി ദുഃഖസ്യ ച സുഖസ്യ ച. സുഖാവണം, ദുഃഖില്ലാണ്ടാവണം എന്ന് കരുതി എന്തിനെയൊക്കെ ഈ ലോകത്ത് പിടിക്കുന്നുണ്ടോ അതൊക്കെ അല്പകാലം കഴിയുമ്പോഴേക്കും ദുഃഖമായി നമുക്ക് മാറുന്നു എന്നുണ്ടെങ്കിൽ നിത്യസുഖം, നിത്യാനന്ദം എവിടെയുണ്ട്? ആ നിത്യാനന്ദത്തിലേക്ക് ആശ്രയിക്കാറാക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ലക്ഷണങ്ങളിൽ ഈശാനുകഥ എന്ന ലക്ഷണത്തിലേക്കാണ് ഈ നവമസ്കന്ധത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈശാനുകഥ. എന്തിനാ ഈ ഈശാനുകഥ എന്നുള്ള ലക്ഷണം എന്നാണെങ്കിൽ, വരാൻ പോകുന്ന പരിപൂർണതമാവതാരം കൃഷ്ണാവതാരം. മറ്റുള്ള അവതാര ലീലകൾക്കിടയിൽ കൃഷ്ണാവതാരത്തിനൊരു മാഹാത്മ്യമുണ്ട്.
കേനാപ്യുപായേന മന കൃഷ്ണേ നിവേശയിൽ. ഏത് വിധേനയും അനുഗ്രഹത്തെ നേടിയെടുക്കാം എന്നുള്ള ഭാവം അല്ലേ? ഏത് ഭാവവും കൃഷ്ണനിലേക്ക് വയ്ക്കാം. കാമാൽ, ദ്വേഷാൽ, ഭയാൽ, സ്നേഹാൽ. ഗോപികമാരെ പോലെ പ്രേമിക്കണോ? അല്ല, കംസനെ പോലെ പേടിക്കണോ? ശിശുപാലനെ പോലെ ദ്വേഷിക്കണോ? പാണ്ഡവന്മാരെ പോലെ സ്നേഹിക്കണോ? യശോദയെ പോലെ വാത്സല്യഭാവം വേണോ? അങ്ങനെ കൃഷ്ണനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഇവിടെ ഒരമ്മ എന്നോട് പറഞ്ഞു, കുറേ കാലം സന്താനഗോപാലം വായിച്ചിട്ട് എനിക്കൊരു സന്താനം ഉണ്ടായി. മഹാദുഷ്ടൻ. ഇവൻ എന്താ ഇങ്ങനെയായത്? സന്താനഗോപാലം വായിച്ചിട്ടുണ്ടായ സാധന. തെക്കോട്ട് പോകുന്നു പറഞ്ഞാൽ വടക്കോട്ട് പോകും. ഇവ വല്ലാണ്ട് ദുഷ്ടനായപ്പോൾ കുറച്ചുകൂടി വലുതാവും തോറും ഇവൻ്റെ വിഷമങ്ങൾ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഒന്നുകൂടി ഭാഗവതം ശരിക്കും വായിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഗുണമുണ്ടായി എന്ന്. എന്താ ഗുണമെന്ന് വെച്ചാൽ, സന്താനഗോപാലം വായിച്ച് ഒരു സന്താനം ഉണ്ടായി. ഇപ്പോൾ ആ സന്താനം കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, സന്താനം ഉണ്ടായാലും അവസാന ആശ്രയം ഗോപാലനെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം അല്ലേ? അപ്പോൾ ഇതുപോലെ കേനാപ്യുപായേന ഏത് വികാരവും ചേർത്ത് വയ്ക്കാം കൃഷ്ണനിലേക്ക്. രുക്മിണി കൃഷ്ണനോട് പറയുന്നുണ്ട്, നരലോകമനോഭിരാമം, എനിക്ക് അങ്ങയോട് പ്രേമം തോന്നിയതുണ്ടല്ലോ കൃഷ്ണ, അങ്ങയുടെ കുഴപ്പാ. എന്താ കുഴപ്പമെന്താ? എന്തോ ഒരു കുഴപ്പമുണ്ട് അങ്ങേക്ക്, അതുകൊണ്ടാണ് എനിക്ക് പ്രേമം തോന്നിയത്. കാരണം ഇതിനു മുമ്പും അങ്ങ് എത്രയോ അവതാരങ്ങൾ അവതരിച്ചിട്ടുണ്ട്. ആ അവതാരത്തിനോടൊന്നും എനിക്ക് പ്രേമം തോന്നിയിട്ടില്ല. ഒരാൾക്കും തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും തോന്നോ? നരസിംഹമൂർത്തിയോടൊരു പ്രേമം അല്ലേ? വരാഹമൂർത്തിക്കൊരു പ്രേമലേഖനം. വരാഹമൂർത്തി, അങ്ങയുടെ ആ പന്നിയുടെ മുഖവും ഒരു തേറ്റയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ല. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകത പൂർണ്ണ പുണ്യാവതാരം. ഏത് വികാരത്തെയും ഭക്തിയാക്കി മാറ്റാനുള്ള അനുഗ്രഹമാണ് എങ്കിൽ ആ കൃഷ്ണാവതാരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഈ ഈശാനുകഥ. ഈശ്വരപാദത്തിലാണ് ആശ്രയം. ഇല്ലെങ്കിൽ ഈശ്വരപാദമേ ആശ്രയമുണ്ടാവുള്ളൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആ ഈശ്വരപാദത്തിലേക്ക് ഉയർന്ന എത്രയോ ഭക്തന്മാരുടെ പേരുകൾ, കഥകൾ, സൂര്യ സോമവംശങ്ങളിൽപ്പെട്ട സജ്ജനങ്ങളുടെ കഥകളാണ് പറയുന്നത്. കുറേ പേരുകൾ തന്നെ പറയുന്നുണ്ട് ഈ നവമസ്കന്ധത്തിൽ. ഇന്നാളുടെ മകൻ ഇന്നാൾ, അയാളുടെ മകൻ ഇന്നാൾ, അയാളുടെ മകൻ ഇന്നാൾ, ഇന്നാളുടെ മകൻ ഇന്നാൾ. എന്തിനാ ഈ പേര് പറയണത് എന്നാണെങ്കിൽ, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ഈശ്വരനെ അറിഞ്ഞവൻ ഈശ്വരൻ തന്നെയാണ്. അവരുടെ പേര് പറയുന്നത് പോലും ഭഗവാന്റെ തിരുനാമത്തിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ട് ആ നാമങ്ങളെയെങ്കിലും പറഞ്ഞു പോയി ഭാഗവതത്തിൽ. അതിൽ സൂര്യവംശചരിതം ഇന്നലെ ശ്രീരാമ കഥയോടുകൂടി നമ്മളിവിടെ സമർപ്പിച്ചു. രാമോ വിഗ്രഹവാൻ ധർമ്മ, ആചരിച്ച് കാട്ടിക്കൊടുത്ത ആചാര്യനായ ധർമ്മമൂർത്തിയായ രാമൻ. കാരണം ആചാര പ്രഥമോ ധർമ്മ, പ്രഭാഷണം ചെയ്യലല്ല ആചരിക്കലാണ് ധർമ്മം എന്ന് കാട്ടിക്കൊടുത്ത ആളാണ് രാമൻ. ആ രാമധർമ്മം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനാണ് എന്ന് ഓർമ്മിപ്പിച്ചു. മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം, മർത്യധർമ്മത്തെ നമ്മളിനോട് ഉയർത്താനാണ് ശ്രീരാമാവതാരം. അപ്പോൾ രാമനും രാമായണവും രാമകഥയും എന്നും നമ്മളിൽ ഉണ്ടാവണം. കാരണം എന്നും നമ്മളുടെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ? ഇന്നിപ്പോൾ നമുക്ക് എപ്പോഴും ധർമ്മം അനുഷ്ഠിക്കാൻ സമയമില്ല. കലിയുഗത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം അതാ. ഏറ്റവും അധികം നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ് എന്ത്? കലിയുഗത്തിൽ ഏറ്റവും അധികം പറയുന്ന വാക്ക് സമയമില്ല, സമയമില്ല, സമയമില്ല. ഈയിടൊരാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചാവാൻ കൂടി സമയമില്ല, അത്ര തിരക്കായാക്ക്. അപ്പോൾ
ഇങ്ങനെ സമയമില്ലാത്ത നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ഇപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ധർമ്മം അനുഷ്ഠിക്കാൻ ഒരു ഡേ ആചരണം തുടങ്ങിയിട്ടുണ്ട്. ജനിച്ചു നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള വ്യക്തിത്വവും എൻ്റെ ഓരോ 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 ഭാവവും എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനമ്മമാരിൽ നിന്നാണ് അല്ലേ? ഞാനുണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഞാനെന്ന് പറയാൻ പറ്റണ ഈ ശരീരവും ഞാനെന്ന വ്യക്തിത്വവും എനിക്ക് നൽകിയത് ആ അച്ഛനമ്മമാരാണെങ്കിൽ ഞാനുള്ളിടത്തോളം കാലം ആരോട് എനിക്ക് ധർമ്മമുണ്ട്? അച്ഛനമ്മമാരോട് കടമയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? തിരക്കാണേ. എപ്പോഴും ഒന്ന് അമ്മയെ സ്നേഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ മദേഴ്സ് ഡേ വെച്ചു. അന്ന് എല്ലാവരും അമ്മയെ സ്നേഹിക്കണേ അല്ലേ? അന്ന് എല്ലാവരും അമ്മയെ സ്നേഹിക്കണം. പിറ്റേ ദിവസം അനാഥാലയത്തിൽ കൊണ്ടാക്കിയാലും കുഴപ്പമില്ല, അന്ന് സ്നേഹിച്ചോളണം. എല്ലാ കാലത്തും നമ്മൾ അച്ഛനെ സ്നേഹിക്കണം. പക്ഷെ ഫാദേഴ്സ് ഡേ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ചുരുക്കി. ഈ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം പ്രകൃതിയോട് നമുക്ക് കടമയും കടപ്പാടും ഉണ്ട്. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കരുത്. പ്രകൃതിയാണ് നമ്മളെ വളർത്തുന്നത്, അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ദ്രോഹിക്കരുത് എന്ന ചിന്ത എല്ലായ്പ്പോഴും വേണം. പക്ഷെ നമുക്കിപ്പോൾ ജൂൺ 6 പരിസ്ഥിതി ദിനം. അന്ന് സകല സ്ഥലത്തും മരം നടലും ഫോട്ടോ എടുക്കലും പേപ്പറിൽ കൊടുക്കലും. ഒരേ സ്ഥലത്ത് 4 കൊല്ലമായി മരം നടുന്ന ഫോട്ടോ വരണു. അപ്പം കഴിഞ്ഞ കൊല്ലം നട്ട മരം എവിടെ പോയി എന്ന് ചോദ്യമില്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലായ്പ്പോഴും ചെയ്യേണ്ട ധർമ്മത്തെ ഡേ ആചരണം ആക്കിയിട്ടുണ്ട് നമ്മൾ. അതുപോലെ ഒരു മാസാചരണത്തിലേക്ക് ഒതുക്കേണ്ടതല്ല രാമൻ്റെ ധർമ്മം. കർക്കിടകത്തിലെങ്കിലും എന്നാണ് പണ്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. എല്ലായ്പ്പോഴും അല്ലേ, അധ്യാത്മരാമായണം നിത്യം പാരായണം ചെയ്യിലും എന്നാണ് അതിൻ്റെ ഫലശ്രുതിയിൽ തന്നെ പറയണത്. അപ്പോൾ നിത്യം പാരായണം ചെയ്യണം, നിത്യം നമ്മുടെ ഉള്ളിൽ മനുഷ്യധർമ്മം വേണം. എങ്കിലും കർക്കിടകത്തിലെങ്കിലും ആ ധർമ്മത്തെ ഒന്ന് ഓർമ്മിക്കണം നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് രാമപാദത്തെ നമസ്കരിച്ചുകൊണ്ടാണ് ആ സൂര്യവംശ ചരിതത്തെ ഭാഗവതത്തിൽ സമർപ്പിച്ചത്. പിന്നീട് ചന്ദ്രവംശ ചരിതം ആണ് ആരംഭിക്കുന്നത്. അവിടെയാണ് പുരൂരവസിൻ്റെ രംഗപ്രവേശനം. ആരായി പുരൂരവസ്? ചന്ദ്രവംശത്തിൽ പിറന്ന ആളാ. ഈ ചന്ദ്രവംശത്തിനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്നറിയോ? തുടക്കം തന്നെ അപകടത്തിലാണ്. നമ്മളിപ്പോൾ ചന്ദ്രൻ ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗംഭീരന്മാർ ബഹുമാനിക്കണ ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവരുടെ ചില കഥകളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇതിലും ഭേദം നമ്മൾ തന്നെയാണെന്ന്. ചന്ദ്രവംശത്തിൻ്റെ തുടക്കം തന്നെ ഗുരുപത്നിയെ ഗർഭിണിയാക്കിക്കൊണ്ട. അപ്പം പിന്നെ ഇതിലധികം പറയാനില്ലല്ലോ. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാതെ ചന്ദ്രവംശം, അതിലിനി പുരൂരവസിൻ്റെ ചരിതം ഉർവശിയായിട്ടുള്ള ആ കേളികളാണ്. അവിടെ നിന്ന് അങ്ങോട്ടുമുള്ള കാര്യത്തിലൊക്കെ ഈ അപകടത്തുണ്ട്. അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചന്ദ്രന് നമ്മുടെ മനസ്സുമായിട്ടാണ് ബന്ധം അല്ലേ? ചന്ദ്രമാ മനസോ ജാതഃ, മനസ്സിൽ നിന്നാണ് ചന്ദ്രനുണ്ടായത് എന്ന് പുരുഷ സൂക്തത്തിൽ പറയും. അപ്പോൾ മനസ്സും ചന്ദ്രനും തമ്മിൽ വലിയ ബന്ധമുണ്ട് അല്ലേ? ഈ അമാവാസ്യൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിന് ചെറിയ പ്രശ്നമുള്ള ആൾക്കാരിൽ ഒരു ചെറിയ വൈബ്രേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോൾ ഈ ചന്ദ്രവംശത്തിൻ്റെ ഈ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ മനസ്സിലും കാണാം. ഈ അപകടത്വം മനസ്സിലാണ് ആദ്യം തോന്നുക അല്ലേ? എല്ലാ തരത്തിലുള്ളതായ കാമവും, കാമം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിഷയം മാത്രം എടുക്കണ്ട, എല്ലാം കാമമാണ്. ആഗ്രഹങ്ങളൊക്കെ കാമമാണ്. കാമം നല്ലതാണ്, ആരും കാമം മോശം എന്ന് പറയണില്ല അല്ലേ? കാമത്തിനെ പോലും ശാസ്ത്രമായിട്ട് അംഗീകരിച്ചവരാ നമ്മൾ. പക്ഷെ അത് ഏതിൽ നിന്നിട്ട് വേണം? ധർമ്മം എന്നുള്ള പാതയിൽ നിന്ന് തൻ്റെ അർത്ഥത്തിനനുസരിച്ചിട്ട് കാമത്തെ ചെയ്താൽ കുഴപ്പമില്ല. ധർമ്മ അർത്ഥ കാമം. ഇപ്പം നമ്മൾ നേരെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കാമം അർത്ഥം.
അതായത് മോഹമാണിപ്പോൾ ആദ്യം വരിക. പണ്ടൊക്കെ ഉള്ളതിനനുസരിച്ച് മോഹിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉള്ളതിനനുസരിച്ചിട്ട് അർത്ഥത്തിനനുസരിച്ചിട്ട് മോഹം ഉണ്ടായിക്കോട്ടെ. ഇന്നിപ്പം അങ്ങനെയല്ല. മോഹമാണ് ആദ്യം തരിക. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾക്കൊരു കാറ് വേണം തോന്നണില്ലേ എന്നുള്ള പരസ്യം കണ്ടാൽ പിന്നെ നമ്മുടെ മനസ്സ് വെറുതെ വിടുവോ? എന്നാൽ പിന്നെ ഒരു കാറുണ്ടായാൽ തരക്കേടില്ല, എന്നാൽ വന്നോളൂ, കാറ് കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾക്കൊരു വീട് വേണമെന്ന് തോന്നുന്നില്ലേ എന്ന് ആദ്യം കാമത്തെ തരും. അപ്പോഴേക്കും നമ്മുടെ ഈ മനസ്സാകുന്ന ചന്ദ്രനുണ്ടല്ലോ ചാടിപ്പുറപ്പെടും. അപ്പോൾ ഈ മനസ്സിൻ്റെ ചപലതയാണ് ചന്ദ്രവംശം തുടക്കം മുതലേ നമുക്ക് കാണാൻ സാധിക്കുക. അത്രിയുടെ നേത്രബിന്ദുക്കളിൽ നിന്നാണത്രേ ചന്ദ്രൻ ഉണ്ടായത്, അമൃതസ്വരൂപിയായ ചന്ദ്രൻ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ പറയുമ്പോൾ ബ്രഹ്മദേവൻ്റെ ഓരോ അംഗങ്ങളിൽ നിന്നായിട്ട് ഓരോ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായി. മുഖത്ത് നിന്ന് അങ്കിരസ്, മനസ്സിൽ നിന്ന് മരീചി, പെരുവിരലിൽ നിന്ന്, പെരുവിരൽ എന്നല്ലേ പറയുക ഇതിന്, ദക്ഷൻ. ദക്ഷൻ എന്ന് വെച്ചാൽ തന്നെ അർത്ഥം സാമർഥ്യക്കാരൻ. അപ്പം സാമർഥ്യക്കാരനായ ദക്ഷൻ ഉണ്ടായത് ഈ ഒരു വിരലിൽ നിന്നാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം അടുത്ത കാലത്തൊക്കെ ഇങ്ങനൊരു സിമ്പൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നല്ല സാമർഥ്യം ചെയ്തവരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കണം നമ്മൾ എന്നാ. അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെ പറയുമ്പോഴാണ് അതിൽ നിന്ന് അത്രി എന്ന ഋഷീശ്വരനുണ്ടായി. അദ്ദേഹത്തിൻ്റെ നേത്രാബിന്ദുവിൽ നിന്ന് അമൃതസ്വരൂപനായ ചന്ദ്രനുണ്ടായി. എല്ലാ തരത്തിലും ഈ ചന്ദ്രനെ വളരെ നല്ല രീതിയിൽ എല്ലാവരും ആദരിച്ചു തുടങ്ങി. എല്ലാവരും, ബ്രാഹ്മണന്മാർ, നക്ഷത്രങ്ങൾ, അതുപോലെ ഔഷധങ്ങൾ, ഇതിൻ്റെയൊക്കെ അധിപനായിട്ട് ചന്ദ്രനെ കൽപ്പിച്ചു. ബ്രാഹ്മണന്മാർ, നക്ഷത്രങ്ങൾ, ഔഷധങ്ങൾ, ഇതിൻ്റെയൊക്കെ അധിപനായിട്ട് ചന്ദ്രനെ കൽപ്പിച്ചതോടുകൂടി ചന്ദ്രന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് തോന്നി. ഈ ചന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ ബൃഹസ്പതി എന്ന ഗുരുനാഥൻ്റെ പത്നിയായ താരയെ ബലാത്കാരേണ അപഹരിച്ചു. ബൃഹസ്പതി ഇതറിഞ്ഞു, ആകെ പ്രശ്നമായി. ചെന്ന് തൻ്റെ താര എന്നുള്ളതായ ധർമ്മപത്നിയെ ബ്രഹ്മാദി ദേവന്മാരുടെ ആ നിർദ്ദേശപ്രകാരം തിരിച്ചു വാങ്ങി. അപ്പോഴാണ് ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട് ബൃഹസ്പതി, ഹേ താരേ, ഞാൻ സന്താനോൽപാദനം ചെയ്യാൻ ആഗ്രഹിച്ചതായ എൻ്റെ ക്ഷേത്രത്തിലാണ് അവൻ പ്രതിഷ്ഠ നടത്തിയത് എന്നാ അല്ലേ. അപ്പോൾ ഒരു സന്താനോൽപാദനം എന്നുള്ളത് കേവലം ലൈംഗിക സുഖം എന്നുള്ള തരത്തിലല്ല, ഇല്ലെങ്കിൽ ഒരു ഇന്ദ്രിയ സുഖം എന്നുള്ള തരത്തിലല്ല. ആത്മാവൈ പുത്ര ഉൽപ്പന്ന ഇത് വേദാനുശാസനം എന്ന് ഭാഗവതം തന്നെ പറയും. വേദം പറയുന്നു, താൻ തന്നെയാണ് ഭാര്യയിൽ കൂടിയിട്ട് മകൻ ആയിട്ട് ജനിക്കുന്നത് എന്ന്. അപ്പോൾ തൻ്റെ ആ ബീജം അത് വളർത്താനുള്ളതായ ക്ഷേത്രത്തിൽ നീ ചന്ദ്രനെ കയറ്റിയിരുത്തിയത് നന്നായില്ല എന്നവിടെ അറിയിക്കുന്നു. ഏതായാലും ഈ താര പ്രസവിക്കുന്നു. കുട്ടിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ബൃഹസ്പതിക്ക് തോന്നി കിട്ടിയ തരക്കേടില്ല. ബൃഹസ്പതി ഇങ്ങോട്ട് വലിച്ചു, ചന്ദ്രൻ അങ്ങോട്ട് വലിച്ചു. കുട്ടിയെ പിടിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് താരയോട് ചോദിച്ചു, ഇത് ആരുടേതാണെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ രണ്ടാക്കും ഉണ്ടാവില്ല. അപ്പോഴാണ് സോമസ്യ, ചന്ദ്രൻ്റേത് എന്ന് പറഞ്ഞത്. ആ കുട്ടിയാണ് ബുധൻ. ബുദ്ധ്യാ ഗംഭീരയാ ഏന പുത്രേണ ആപോടുരാൺമുദം. ചന്ദ്രൻ്റെ മകനായിട്ട് ബുധൻ. ഈ ബുധൻ ഇള എന്ന കന്യകയെ കണ്ടുമുട്ടി. നവമസ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ശ്രാദ്ധദേവൻ എന്നുള്ളതായ വൈവസ്വത മനുവിന് പിന്നീടുണ്ടായ പുത്രന്മാരാണ് ഇക്ഷാകു, നൃഗൻ തുടങ്ങിയിട്ടുള്ളവർ. ആദ്യമുണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. എനിക്ക് പെൺകുട്ടിയല്ലല്ലോ വേണ്ടത് എന്ന് ഇദ്ദേഹം കുട്ടി ഉണ്ടായപ്പോൾ ചിന്തിച്ചു. അതിനു മുമ്പേ ചിന്തിച്ചത് കുട്ടി ഉണ്ടായാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായപ്പോൾ അടുത്ത ടെൻഷനായി. അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ.
അല്ലേ? ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവും. ബസ്സിൽ കയറിയാൽ ആദ്യത്തെ ടെൻഷൻ എന്താ? എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്നുള്ളതാ. കിട്ടിയാലോ അടുത്ത ടെൻഷൻ, സൈഡ് സീറ്റ് കിട്ടിയില്ലല്ലോ ഈശ്വര, അല്ലേ? അപ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിനുണ്ടായ ഈ ടെൻഷൻ കണ്ടപ്പോൾ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റി സിദ്ധിംനൻ എന്ന് പേര് വിളിച്ചു. കുമാരവനം എന്ന പാർവതീ പരമേശ്വരന്മാർ സ്വൈരസല്ലാപം നടത്തുന്ന ആ വനത്തിലേക്ക് കയറിപ്പോയതും പാർവതിക്ക് മഹാദേവൻ കൊടുത്ത വരപ്രകാരം ഈ സിദ്ധിംനൻ പെണ്ണായി മാറി. അപ്പോഴാണ് അയാളുടെ പേര് ഇള എന്ന്. ഈ ഇളയെ വിവാഹം ചെയ്തു ആര്? ബുധൻ. ഇളയിൽ ബുധനുണ്ടായ പുത്രനാണ് പുരൂരവസ്. ഇളയുടെ മകനായത് കൊണ്ടാണ് പുരൂരവസിന് ഐളൻ എന്നൊരു പേര് കൂടി വന്നത്. അതുകൊണ്ട് പുരൂരവസിൻ്റെ ഏകാദശ സ്കന്ധത്തിലെ പാട്ടിന് ഐളഗീത എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുരൂരവസ് എന്ന പുത്രനുണ്ടായി. പുരൂരവസിൽ നിന്നിനി ചന്ദ്രവംശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരൂരവസും ഉർവശിയും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് ആദ്യം കാണുക. ദേവസുന്ദരികളിൽ ശ്രേഷ്ഠയാണ് ഉർവശി. നാരായണ മഹർഷിയുടെ ഊരുവിലെ ചെളിയിൽ നിന്നുണ്ടായവളാണ് എന്ന് പറയും. കാമദേവൻ അപ്സരസുന്ദരികളെ കൊണ്ടുവന്ന് നരനാരായണ മൂർത്തികളുടെ തപസ്സിനെ മുടക്കാൻ ശ്രമിച്ചപ്പോൾ കുറേ ഡാൻസ് കളിച്ചിട്ടും ഇവരുടെ മനസ്സിളകുന്നില്ല എന്ന് കണ്ട് അവസാനം നിർത്തി പോവാൻ വേണ്ടി ഭാവിച്ചപ്പോഴാണ് നാരായണ മഹർഷി തൻ്റെ ശരീരത്തിലെ ആ തുടയിൽ നിന്ന് അല്പം ചെളി ഉരുട്ടി പ്രസാദമായി കൊടുത്തുത്രേ. ഏതായാലും കുറച്ച് തുള്ളി കളിച്ചതല്ലേ, ഒരു പ്രസാദം കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഊരുവിൽ നിന്നുണ്ടായവളാണ് ആര്? ഉർവശി. ഉർവശി വന്നതോടുകൂടി ദേവലോക സുന്ദരിമാർക്ക് സൗന്ദര്യ മത്സരത്തിൽ പിന്നെ 2ാം സ്ഥാനേ കിട്ടാറുള്ളൂ. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. അവിടെ ആ അപ്സരസുകൾ ഒരു കാര്യം ആലോചിച്ചു. ഈ ഋഷീശ്വരന്മാരുടെ ശരീരത്തിലെ ചെളിക്ക് പോലും ഇത്ര സൗന്ദര്യമുണ്ടെങ്കിൽ ഇവരാരാധിക്കുന്ന ആ ഈശ്വരൻ എത്ര സൗന്ദര്യം ഉണ്ടാവും? അന്നു മുതൽ ഉർവശിയെ തങ്ങളുടെ നായികയായിട്ട് കൊണ്ടുപോയി. പുരൂരവസിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഉർവശി ദേവലോകത്ത് കേൾക്കാനിടയായി. ആ ഇടയ്ക്കാണ് ദേവലോകത്ത് നിന്ന് കുറച്ചു കാലം ഒരു പണിഷ്മെൻ്റ് ഉർവശിക്ക് കിട്ടിയത്. എന്നാൽ അത്ര കാലം ഭൂമിയിൽ വന്ന് താമസിക്കാം എന്ന് വിചാരിച്ച് പുരൂരവസ് എന്നൊരു രാജാവ് ഭൂമിയിലുണ്ട് എന്നും അതിഗംഭീരനാണ് എന്നും അങ്ങോട്ടേക്ക് ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തി വിവാഹം ചെയ്യാം എന്നും കരുതി ഉർവശി ഭൂമിയിലേക്ക് വന്ന് പുരൂരവസിനെ കാണുന്നു. പുരൂരവസിനോട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്നെ വിവാഹം കഴിക്കോ എന്ന് ചോദിക്കാൻ ആണ് ഉർവശി വന്നത്. നോക്കുമ്പോൾ പുരൂരവസ് ഉർവശിയോട് ഇങ്ങോട്ടേക്ക് ചോദിച്ചു, നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ എന്ത് വേണം? അല്ലേ? ഇങ്ങോട്ടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ് ആവുമല്ലോ, അല്ലേ? എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വലിയ ഡിമാൻഡൊന്നും പറയാറില്ല. നേരെ മറിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിമാൻഡ് വെക്കും. ഇവിടെ ഉർവശി 2-3 ഡിമാൻഡ് വെച്ചു. ഒന്ന്, ഏതാപുരണകൗരാജൻ. വളരെ വിചിത്രമായിട്ടുള്ളതായ ഡിമാൻഡുകളാണ്. രാജാവിനോടാ പറയണതേ. എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ 2 ആട്ടുംകുട്ടികളുണ്ട്. ഈ ആട്ടുംകുട്ടികൾ കരയാൻ പാടില്ല, രാജാവ് നോക്കണം. അപ്പം രാജാവ് വിചാരിച്ചു ആട്ടുംകുട്ടികളെ നോക്കാൻ വലിയ പണിയൊന്നുമില്ല. പിന്നെ 2ാമത്തെ ഡിമാൻഡ്, ഘൃതം മേ വീരഭക്ഷിതം. ഞാൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ. ഈ ദേവലോകത്തേക്ക് ഇവിടുന്ന് അധികവും കയറ്റി അയക്കണ സാധനം, ഇന്ദ്രായ സ്വാഹ വായവേ സ്വാഹ എന്ന് പറഞ്ഞിട്ട് അധികവും പോണ സാധനം നെയ്യാണ്. ഇപ്പം പണ്ടത്തെ കാലമായതുകൊണ്ട് മിൽമ നെയ്യൊന്നുമില്ല. അപ്പോൾ നല്ല നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ. ഈ നെയ്യ് എങ്ങനെ ഉണ്ടാവണം? രാജാവ് തന്നെ നെയ്യ് ഉണ്ടാക്കിയിട്ട് തരണം. പശുവിനെ നോക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ കിടപ്പറയിൽ വച്ചല്ലാതെ പുറത്ത് വെച്ച് അങ്ങയെ ഒരിക്കലും ഞാൻ വസ്ത്രമില്ലാതെ കാണാൻ ഇടവരരുത്. ഇപ്പം പുരൂരവസിന് ഇത് കേട്ടപ്പോൾ ഒരു അത്ഭുതമൊന്നും തോന്നിയില്ലേ? സ്വതവേ താൻ റോഡിൻ്റെ മുകളിൽ കൂടി അല്ലെങ്കിലും തുണിയില്ലാണ്ട് നടക്കാറൊന്നുമില്ല.
അപ്പം പിന്നെ ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത് അന്ന് മനസ്സിലായില്ല. സകല ഡിമാൻഡുകളും അംഗീകരിച്ചു പുരൂരവസ്. അങ്ങനെ ഉർവശിയെ കല്യാണം കഴിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉർവശി വിട്ടുപോകുന്നുണ്ട്. അപ്പം ഈ പുരൂരവസ് എന്നുള്ള പദത്തിനൊരർത്ഥം ഉണ്ട് അത്രേ, വലിയ ശബ്ദം എന്നൊരർത്ഥം. രവം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നർത്ഥം, പുരു എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ വലിയ ശബ്ദത്തോടു കൂടിയവനാണ് പുരൂരവസ് എന്നും, ഉർവശി ഈ പുരൂരവസ്സിനോട് അല്പസമയം ചേർന്ന് നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്നവളാണ്. സൗദാമിനി, മിന്നൽ. അപ്പം ആരാ വലിയ ശബ്ദമുള്ള ആള്? ഇടി. അപ്പം ഇടിമിന്നൽ പോലെ ക്ഷണികമായിട്ടുള്ളതായ ഒരു പ്രകാശം, ഒരു സുഖം, അതാണ് ഈ പുരൂരവസ്സും ഉർവശിയും തമ്മിലുള്ള ചർച്ചയിൽ കൂടി കാട്ടിത്തരണത് എന്ന് വേദങ്ങളിൽ പോലും മറ്റു പുരാണങ്ങളിലൊക്കെ ഈ കഥ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അപ്പം വേദങ്ങൾ അധികവും കൃഷ്ണനോ അല്ലെങ്കിൽ വിഷ്ണുവോ ഒന്നുമല്ലല്ലോ. വേദങ്ങൾ ഈ പ്രപഞ്ച ശക്തികളെയാണ് ആരാധിക്കുന്നത് വേദങ്ങളിൽ കൂടിയിട്ട്. എങ്കിൽ ഈ ഇടിമിന്നലിനെയാണ് ഉർവശി പുരൂരവസ്സിൻ്റെ സംയോഗത്തിൽ കൂടി ഭാഗവതം കാട്ടിത്തരുന്നത് എന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ അതുപോലെ ഒരു സുഖമാണ് ഈ ജീവിതത്തിലുള്ള ഏത് സുഖവും. സുഖമൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൊറിയുമ്പോൾ ഒരു സുഖം കിട്ടണില്ലേ നമുക്ക്? ഇല്ലേ? ചൊറിയുമ്പോൾ സുഖം കിട്ടണില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്. ഏത്? ഈ ചൊറിയുമ്പോൾ കിട്ടുന്ന സുഖം. ചൊറിയുമ്പോൾ സുഖമാണോ? ആണ്. എന്നാൽ പിന്നെ എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുക, എനിക്ക് ചൊറി പിടിക്കണേ, എന്നാലോ വീട്ടിൽ തന്നെ ഇരുന്ന് സുഖിക്കാലോ എന്നാരും പറയാറില്ല. കാരണം ആ സുഖത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ലോകത്തിലെ ഏത് സുഖങ്ങൾക്കും ചാടി പുറപ്പെടുമ്പോഴുള്ള സുഖം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇടിമിന്നൽ പോലെ. അപ്പം ഏതായാലും ഇവിടെ പുരൂരവസ്സുമായിട്ട് ഇവള് ദാമ്പത്യ ജീവിതം തുടങ്ങി ഉർവശി. സുഖമായിട്ടങ്ങനെ കഴിഞ്ഞുകൂടുന്ന കാലം ദേവലോകത്ത് ദേവേന്ദ്രന് അവിടെ ഇഷ്ടം പോലെ അപ്സരസുകൾ ഉള്ളത് കൊണ്ട് ഒരുത്തി അതിൻ്റെ ഇടയിൽ പോയാലൊന്നും ദേവേന്ദ്രൻ അറിയില്ല. പക്ഷേ ഉർവശി പോയപ്പോൾ ദേവേന്ദ്രൻ അറിഞ്ഞു. ദേവേന്ദ്രൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉർവശി രഹിതം മഹ്യം ആസ്ഥാനം ന അതിശോഭതേ. ഉർവശിയില്ലാത്ത ദേവലോകം എന്ന് പറഞ്ഞാൽ അതൊരു ഉപ്പിടാത്ത കൂട്ടാൻ പോലെ ഒരു സുഖമില്ലാത്ത വസ്തു തന്നെയാണ്. അതുകൊണ്ട് ഉർവശിയെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണം എന്ന് ദേവേന്ദ്രൻ ആജ്ഞാപിച്ചു. ഇവിടെ വന്ന ദേവന്മാർ ഉർവശിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉർവശി പറഞ്ഞു, എന്തു ചെയ്യും, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പെടൽ പെട്ടിട്ടുള്ളത്, ഇയാൾ എന്നെ വിടും തോന്നണില്ല. ഇപ്പം എന്താ വഴി? ഞാനിങ്ങനെ കുറച്ച് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്, ഇത് തെറ്റിച്ചാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. എന്നാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഈ ദേവന്മാരെന്ത് ചെയ്തു? ഇടിയും മിന്നലൊക്കെ വീണ്ടും ഉണ്ടാക്കി. ഇടിയും മിന്നലും ഉണ്ടായി. ആട്ടുംകുട്ടികൾ ഒരു ദിവസം രാത്രിയിലങ്ങ് നിലവിളിച്ചു. നിലവിളി കേട്ടതും ഉർവശി ഈ കിടന്നുറങ്ങണ പുരൂരവസനെ ചീത്ത വിളിച്ചു. ആണാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണോ വേണ്ടത് പെണ്ണുങ്ങളെ പോലെ? എൻ്റെ ആട്ടുംകുട്ടികൾ കരയണത് കണ്ടില്ലേ? ആരോടാ പറയണതെന്നറിയോ? മഹാരാജാവിനോടാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതാ സ്ഥിതി. ഭാഗവതത്തിലെ കുറേ കഥാപാത്രങ്ങൾ, എന്തിന് ദശരഥൻ പറയണത് കേട്ടാത്തൊന്നും ഇതുപോലെ കേമൻ വേറെ ഇല്ല, 10 ദിക്കിലേക്ക് ഒരുപോലെ രഥം നയിക്കണ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ അടുത്തെത്തിയ നനഞ്ഞ പൂച്ചയാ. കൈകൈയുടെ കാലിൻ്റെ മുകളിൽ നമസ്കരിക്കുന്നത് കാണാം. ഉത്താനപാദൻ ഒക്കെ കേമൻ തന്നെയാണ്. പക്ഷെ അവിടെയുണ്ട് ഇതുപോലൊരു സാധനം. ഇവിടെ എല്ലാ തരത്തിലും ഈ കാമത്തിന്, മോഹത്തിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തും ചെയ്യുവേ. പിന്നെ നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും 24 മണിക്കൂർ ഇതന്നെ ആയിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് മോഹം കടന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വീട് കെട്ടണം എന്നൊരു മോഹം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഏതിലായിരിക്കും? ഈ വീട് പണി തുടങ്ങിയ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അവരേത് സ്ഥലത്ത് പോണ സമയത്തും വഴിയിൽ റോഡിൻ്റെ സൈഡിലുള്ള വീട് ശ്രദ്ധിക്കും. ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബാത്റൂമിൽ വരെ കയറി നോക്കും, എന്തൊക്കെയാ അങ്ങനെ, ഇതെവിടുന്നാ വാങ്ങാൻ കിട്ടുക, ഇതെങ്ങനെയാ. ഇതന്നെ ആയിരിക്കും പിന്നെ ചിന്തയെ. ഒരു വാഹനം വാങ്ങണം, കാറ് വാങ്ങണം എന്ന മോഹം തുടങ്ങിയാൽ പിന്നെ എൻ്റെ ശ്രദ്ധ എപ്പോഴും റോഡിൻ്റെ മുകളിൽ കൂടി പോണ കാറിൻ്റെ മുകളിലാണ്. ഇതേതാ കാറ്, ഇതിനെങ്ങനെയാണ്. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ഏത് സുഖങ്ങൾക്കും നമ്മുടെ മനസ്സമാധാനം കളയാൻ സാധിക്കും. പുരൂരവസ് അതിഗംഭീരമായിട്ടുള്ള രാജാവാണ്, ലോകം മുഴുവൻ അറിയുന്ന ആളാണ്, അനേകം ഗുണങ്ങളുള്ള ആളാണ്. പക്ഷേ ഉർവശി എന്ന ആ മോഹമുദിച്ചതോടു കൂടിയിട്ട് പുരൂരവസിൻ്റെ കഷ്ടകാലം തുടങ്ങി. നിങ്ങളിങ്ങനെ കിടന്നുറങ്ങുകയാണോ? എൻ്റെ ആട്ടുംകുട്ടികൾ കരയണത് കണ്ടില്ലേ കേട്ടില്ലേ എന്നങ്ങ് പറയേണ്ട താമസം. പുരൂരവസ് ചാടിയങ്ങ് എണീറ്റു. എണീറ്റ് ആട്ടുംകുട്ടികളെ രക്ഷിക്കാനുള്ള ആവേശത്തിന് ഇയാൾ പുറത്തേക്ക് ചാടി. ചാടുന്ന ചാട്ടത്തിൽ ഇയാൾ ശ്രദ്ധിച്ചില്ല ആ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അടുത്ത പുറത്തേക്ക് ചാടേണ്ട താമസം ദേവന്മാര് ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. അവരതൊക്കെ കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മൂന്നാമത്തെ ഡിമാൻഡും തെറ്റി. ഉർവശി ഞാൻ പോകണമെന്നും പറഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പം എന്തായി? ഇത്ര കാലം വേവലാതി പിടിച്ച് യാതൊന്നിനെ മോഹിച്ചുവോ? മോഹിച്ചത് കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടി. കിട്ടിയിട്ടിപ്പം എന്തായി അവസ്ഥ? നിത്യദുഃഖത്തിലേക്ക് എത്തിപ്പെട്ടു. അപ്പം ഈ ലോകത്തിൽ ഏതിനോടൊക്കെ സംബന്ധം വയ്ക്കണതും നമുക്ക് സുഖം തരണതാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഏതിനോടൊക്കെ സംബന്ധം വെച്ചുവോ പിന്നെ അതും കൂടി നമ്മുടെ തലയിൽ ദുഃഖമായിട്ട് കയറും. എൻ്റെ നാട് ഒരു തനി നാട്ടുംപുറ. ഈ നാട്ടുംപുറത്ത് ഇപ്പോഴും അത്യാവശ്യം ഈ വെറ്റില കൂട്ടിയിട്ട് മുറുക്കണ ആൾക്കാരുണ്ട്. അപ്പം പഴയ കാലത്ത് അമ്മമാർ പറയാറുണ്ട്, മുറുക്കാൻ പഠിച്ചാൽ, ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? മുറുക്കാൻ പഠിച്ചാൽ എരക്കാൻ പഠിക്കുന്ന. മുറുക്കാൻ പഠിച്ചാൽ എങ്ങനെ എരക്കാൻ പഠിക്കുക? മുറുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ഒരു കഷ്ണം അടക്കിയുണ്ടോ? എൻ്റെ കയ്യിൽ വെറ്റിലയുണ്ട്, ഒരു കഷ്ണം പുകയിലുണ്ടോ? എൻ്റെ കയ്യിൽ വെറ്റിലില്ല, ഒരു കഷ്ണം വെറ്റിലയുണ്ടോ? ഈ എരക്കൽ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? മുറുക്കൽ തുടങ്ങിയപ്പോഴല്ലേ. അപ്പോൾ ഈ മുറുക്കൽ തുടങ്ങിയാൽ നമ്മൾ ഇരക്കേണ്ടി വരും. ആരോടൊക്കെ ഈ ലോകത്തിൽ നമ്മൾ ബന്ധം മുറുക്കുന്നുവോ, ബന്ധം മുറുകണതിനനുസരിച്ച് ഇവരുടെയൊക്കെ സുഖദുഃഖം എൻ്റെ തലയുടെ മുകളിലാണെന്നാണ് എൻ്റെ വിചാരം. കല്യാണം കഴിയണതുവരെ എനിക്ക് അമ്പലത്തിൽ പോയാൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കേണ്ട ബാധ്യതയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ സുഖം നോക്കിയാൽ മതി. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, കല്യാണം കഴിച്ചാൽ പിന്നെ പുഷ്പാഞ്ജലി കഴിക്കേണ്ട പണിയില്ലല്ലോ. എന്തേ? കല്യാണം കഴിച്ചാൽ സുഖമായി ജീവിക്കാം എന്നാ എന്നെ കഥ പറഞ്ഞ് പഠിപ്പിച്ചതാ. പണ്ട് ഒരു സ്ഥലത്തൊരാണുണ്ടായിരുന്നു, ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ടായിരുന്നു. കഥയുടെ അവസാനമാവുമ്പോൾ ആണും പെണ്ണും കൂടി കല്യാണം കഴിച്ച് അത് കഴിഞ്ഞിട്ടൊരു വാക്കുണ്ട്, അതാണ് എനിക്ക് കിട്ടാത്തത്. കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചു. നിങ്ങളും കേട്ടിട്ടുണ്ടല്ലേ ഈ കഥ? ഈ കഥ കേട്ടിട്ടാണ് ഞാൻ കല്യാണത്തിന് പുറപ്പെട്ടത്. അപ്പം എനിക്ക് തോന്നി കല്യാണം കഴിച്ചാൽ പിന്നെ പുഷ്പാഞ്ജലി കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം കല്യാണം കഴിച്ചാൽ സുഖം കിട്ടുമല്ലോ. ഇപ്പം എന്താ അറിയോ, കല്യാണം കഴിച്ചപ്പോൾ പുഷ്പാഞ്ജലി 2 എണ്ണമായി അല്ലേ? കാരണം എന്താ, ഇപ്പോൾ അവളുടെ സുഖം ദുഃഖം കൂടി എൻ്റെ തലയുടെ മുകളില. അപ്പോൾ തോന്നി കുട്ടിയുണ്ടായാൽ പിന്നെ പുഷ്പാഞ്ജലി കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കുട്ടിയായാൽ സുഖമായല്ലോ. ഇപ്പോൾ കുട്ടിയായപ്പോഴോ പുഷ്പാഞ്ജലി 3 എണ്ണമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ഏതിലേക്കൊക്കെ മോഹം വെച്ചുവോ ആ മോഹം നമുക്ക് സാധിച്ചാലും പിന്നെയും ദുഃഖം തന്നെയാണ്. അപ്പോൾ ലൗകിക ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലൗകിക ജീവിതത്തിൽ കൂടിയിട്ട് സുഖം അന്വേഷിക്കണതൊരു ദുഃഖമാണ് അല്ലേ? സുഖത്തെ അന്വേഷിക്കുന്നത് ദുഃഖമാണ് ലൗകിക ജീവിതത്തിൽ. ഒടുക്കം സുഖം കിട്ടിയാലോ അതും ദുഃഖമാണ്. ഇതെപ്പോഴാ വിട്ടുപോവുക എന്നുള്ള ദുഃഖം. ഒടുക്കത് വിട്ടുപോകുന്നുള്ള കാര്യം ഉറപ്പ്, വിട്ടുപോയാലും ദുഃഖം. അപ്പോൾ കിട്ടാൻ ദുഃഖം, കിട്ടിയാലും ദുഃഖം, നഷ്ടപ്പെട്ടാലും ദുഃഖം. എന്നാൽ ആധ്യാത്മികതയിലോ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം ഇത് പുറത്തുനിന്ന് കിട്ടേണ്ട സാധനമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ കിട്ടുന്ന സാധന.
അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലത്തുണ്ട്, അന്വേഷിച്ചാൽ അത് കിട്ടുന്നുള്ള കാര്യം ഉറപ്പുണ്ട്. പുറത്തുള്ള ഏത് സുഖവും നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല അല്ലേ? മറ്റുള്ള ഏത് സുഖങ്ങളും നമുക്ക് വിചാരിച്ചതുപോലെ നമ്മുടെ മനസ്സിന് സുഖം തരുന്നതാവോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. ആ സുഖം എവിടെയാണുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് നിശ്ചയമില്ല. എന്നാൽ സുഖം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്. ജാഗ്രൽ സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരോ യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിബീലികാന്തതനുഷു പ്രോതാ ജഗൽ സാക്ഷിണി സൈവാകം ന ച ദൃശ്യവസ്തുതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേൽ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയ 3 അവസ്ഥകളെയും സ്ഫുടം ചെയ്തെടുത്താൽ ഏതോ ഒരാൾ നമ്മുടെ ഉള്ളിൽ സുഖം തരുന്നതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ ഇത്ര ഉറപ്പ്? ഈ ലൗകിക ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ നമുക്ക്. എന്ത്? ലൗകിക ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്ന പരിപാടി, ഒരു ബോറടിയില്ലാത്ത, ഒരു വേദനയില്ലാത്ത, ഒരു ദുഃഖമില്ലാത്ത ഒറ്റ പരിപാടിയേ ഉള്ളൂ. എന്ത്? ഉറക്കം. എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്നേ വരെ ഒരാളും ഉറങ്ങിയിട്ട് ബോറടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ബോറടിച്ചാൽ നമ്മൾ ഉറങ്ങാറുമുണ്ട് അല്ലേ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. കണ്ടാൽ സുഖം എന്ന് വിചാരിച്ചു, കേട്ടാൽ സുഖം എന്ന് വിചാരിച്ചു, മണത്താൽ സുഖം എന്ന് വിചാരിച്ച നമ്മൾ ഇതൊന്നുമില്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് എവിടെന്നോ നമുക്ക് സുഖം കിട്ടണില്ലേ? സുഖമായിട്ട് ഉറങ്ങിയോ? സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണമെങ്കിൽ സുഖം എവിടെയോ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ഉണരുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്ക് വെച്ചിരിക്കുക ബ്രഹ്മാവ്. ഈ മൂപ്പര് ചെയ്ത കുരുത്തക്കേടായത് അല്ലേ? കണ്ണിനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കണ്ണിന് യാതൊരാളാണോ കാണാൻ അനുഗ്രഹം കൊടുക്കണത് അയാളെ കാണാൻ പറ്റണില്ല. ചെവിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. ചെവിയെ കേൾപ്പിക്കുന്ന ആളെ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ പുറത്തേക്കങ്ങ് ഉണർന്നതോടുകൂടി നമ്മൾ പുറത്ത് തപ്പാൻ തുടങ്ങി. എവിടെയാ സുഖം അല്ലേ? ഹിരണ്യകശിപു മഹാവിഷ്ണുവിനെ തപ്പിയിട്ട് വൈകുണ്ഠത്തിലെത്തിരിത്രേ. ആദ്യം തപ്പൽ തുടങ്ങിയ ആൾ ബ്രഹ്മാവാ. ഭാഗവതത്തിൽ ബ്രഹ്മാവ് താനിരിക്കുന്ന താമരയുടെ മുകളിലിരുന്നു. എന്നിട്ടോ താമരയുടെ അറ്റമന്വേഷിച്ച് താമരത്തണ്ടിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങി കുറേ താഴേക്ക് എത്തിയിറങ്ങിയപ്പോഴാണ് ഒരു അശരീരി വാക്ക് കേട്ടത്. എന്ത്? തപ്പ 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 തപ്പ. അപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു തപ്പാൻ പറയണതാണ്. തപ്പാന്ന് വിചാരിച്ച് ബ്രഹ്മാവും തപ്പാൻ തുടങ്ങി. കുറേ തപ്പിയപ്പോഴാണ് ബ്രഹ്മാവിന് മനസ്സിലായത് പുറമേ തപ്പിയാ കിട്ടണ സാധനമല്ല ഇത്, തപസ് കൊണ്ടേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ തപ്പൽ നിർത്തിയപ്പോഴാണ് ബ്രഹ്മാവിന് ഉള്ളിൽ പരമമായ ജ്ഞാനം ചതുശ്ലോകി ഭാഗവതമായി കിട്ടിയത്. ഇപ്പം നമ്മളിപ്പോൾ തപ്പലിലുണ്ടത്രേ അല്ലേ? എത്ര കാലമായി തപ്പാൻ തുടങ്ങിയിട്ടിപ്പോൾ 84 ലക്ഷം ജന്മം കഴിഞ്ഞു എന്ന് ഉറപ്പാ. എന്തേ ഇപ്പൊ ഒന്ന് കിട്ടിയിട്ടുണ്ട് മനുഷ്യജന്മം. അപ്പോൾ ഒരു കൃത്യം കണക്കുണ്ട്. 84 ലക്ഷം യോനികളിൽ മാറി തപ്പി നോക്കിയിട്ട് ഇതുവരെ ഒരറ്റത്തും എത്തിയിട്ടില്ല. ഇപ്പോൾ മനുഷ്യജന്മത്തിലേക്ക് എത്തി. ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്തേ? നമ്മൾ തപ്പണത് പുറത്താണേ അല്ലേ? അപ്പോൾ ഈ പുറത്ത് തപ്പിയാൽ ഹിരണ്യകശിപു കിട്ടുമെന്ന് വിചാരിച്ച് വൈകുണ്ഠത്തിൽ വരെ തപ്പാൻ പോയ ആളാണ് ഹിരണ്യകശിപു. പക്ഷെ കിട്ടിയില്ല. എവിടെ ഒളിച്ചു ഭഗവാൻ? വൈകുണ്ഠത്തിലേക്ക് ഹിരണ്യകശിപു വരുന്നു എന്ന് കാണേണ്ട താമസം ഭഗവാൻ ഒരു സ്ഥലത്ത് കയറി ഒളിച്ചു. ഒരിക്കലും ഹിരണ്യകശിപു നോക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത്. എവിടെ? ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പിന്നെ ഇയാൾ എവിടേക്കൊക്കെ പോണോ ഭഗവാൻ ഉള്ളിലിരുന്ന് ഇങ്ങനെ സർക്കിട്ട് അടിക്കുന്നുണ്ട്. ഹിരണ്യകശിപു സകല സ്ഥലത്തും നോക്കുക, എവിടെയും കാണണില്ല. അപ്പോൾ ഭഗവാൻ ഉള്ളിലുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് നോക്കാത്തത് കൊണ്ട്, ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങൾ അറിയാത്തത് കൊണ്ട് നമുക്ക് അറിയണില്ല ആ സുഖത്തെ അല്ലേ? ഉള്ളിലേക്ക് നോക്കിയാലല്ലേ അറിയുള്ളൂ. മകൻ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു ഇയാൾ, നമ്മുടെ മോനിങ്ങനെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കണുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതിപ്പോൾ നിങ്ങളുടെതല്ലേ മകൻ, ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കയ്യിൽ തരൂ, ഞാൻ സൂക്ഷിക്കാം. അങ്ങനെ ഈ ഭാര്യയുടെ കയ്യിൽ പൈസ കൊടുത്തപ്പോൾ അവൾ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ സംഗതി ഇപ്പോൾ സേഫാ. ഈ അമ്മ എവിടെയാണ് വയ്ക്കാമെന്നറിയോ പൈസ? ഇവൻ്റെ കണക്ക് ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ ഉള്ളിൽ.
കാരണം തുറന്ന് പഠിക്കടാന്ന് പറഞ്ഞാലൊന്നും ഇവൻ തുറക്കില്ല, ഇത് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് നോക്കില്ല എന്ന് ബ്രഹ്മാവിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് മൂപ്പര് ഈ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചത്. പക്ഷെ ഭാഗവതം പറയണത് എന്താ അറിയോ? കണ്ണുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മൾ അറിയണം, കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്. ആ മനക്കണ്ണിനും പ്രകാശം ചൊരിയുന്ന ഒരു കണ്ണൻ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം. ആ കണ്ണനെ അറിയണില്ലെങ്കിൽ ഈ കണ്ണിൽ കൂടി നമ്മൾ എത്ര ആളെ അറിഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? യേശുദാസിനെ അറിയില്ലേ? താടിയൊക്കെയുള്ള പാട്ടൊക്കെ പാടുന്ന ആൾ. അങ്ങനെയൊന്നും പറയണ്ട. യേശുദാസ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് താടിയും മുടിയുള്ള ആളെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും, ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇത് യേശുദാസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, കാണുമ്പോൾ മനസ്സിലാവണുണ്ട്, യേശുദാസിനെ നമ്മൾ അറിയണുണ്ട്. പക്ഷേ ആ ഫോട്ടോ കാണുമ്പോൾ ഇത് ഇന്ന ആളാണെന്ന് നമുക്ക് പറഞ്ഞു തന്നതാരാ? ഈ നാവ് കൊണ്ട് യേശുദാസ് എന്ന് പറയാൻ സഹായിച്ചതാരാ? ഈ കണ്ണുകൊണ്ട് ആ ഫോട്ടോ ഉള്ളിൽ കാണിച്ചു തന്നതാരാ? എത്ര ഫോട്ടോ അതുപോലെ ഈ തലമണ്ടയുടെ ഉള്ളിലുണ്ട്, അതിന്ന് കൃത്യമായിട്ട് ഇന്നതെടുത്തിട്ടിതാ ഇയാളാണ് എന്ന് പറഞ്ഞു തന്നതാരാ? മൂപ്പരെ മാത്രം അറിയില്ല, പോരെ? ബാക്കി എന്തറിവുണ്ടായിട്ട് എന്ത് കാര്യം? നശോഭത്തെ ജ്ഞാനമലം നിരഞ്ജനം. ഭാഗവതം പറഞ്ഞു അവിടെ മറ്റ് ജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം? അറിയേണ്ടതായ ആ ഈശ്വരൻ ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കിട്ടും എന്നുറപ്പോട് കൂടിയിട്ട് ഉള്ളിലേക്ക് ആ സുഖത്തെ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് ആധ്യാത്മികത. പുറത്തേക്കുള്ള തപ്പലാണ്, ഇപ്പോൾ പുരൂരവസ്ഥ ചെയ്തതുപോലെയുള്ള തപ്പലാണ് ലൗകികത. ഉള്ളിലേക്കുള്ള ആധ്യാത്മികതയുടെ ഗുണം എന്താ വെച്ചാൽ അത് അന്വേഷിക്കുന്നത് എന്തിനെയാണ്? നമ്മൾ അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണവും സുഖമാണ്. ഇനി കിട്ടിയാലോ? കിട്ടിയാലും സുഖമാണ്. പിന്നെയോ നഷ്ടപ്പെടില്ല എന്നുള്ള സുഖം കൂടിയുണ്ട്. അപ്പം എന്തുകൊണ്ടും നിത്യമായ സുഖം അത് അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയലാണ്. മറ്റ് ഈ പുറമെയുള്ളതായ ഏത് ഇടിമിന്നൽ പോലെയുള്ളതായ പ്രകാശം ചൊരിയുന്ന സുഖം കണ്ടാലും അതിൽ വീണു പോകരുതേ എന്ന് പരീക്ഷത്തിൻ്റെ ചോദ്യം അങ്ങനെയാണ്. ബ്രൂഹി യദ്വാ വിപര്യം. നല്ലതും പറഞ്ഞു തരണം ഗുരുനാഥ, വേണ്ടുന്നതും പറഞ്ഞു തരണം ഗുരുനാഥ, വേണ്ടാത്തതും പറഞ്ഞു തരണം എന്നാ. വേണ്ടാത്തത് എന്തിനാ പറഞ്ഞു തരണത്? വേണ്ടാത്തതിൻ്റെ ദോഷം അറിയുമ്പോഴാണ് വേണ്ടുന്നതിൻ്റെ ഗുണം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക അല്ലേ? ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിലേക്ക് പോണൊരു വഴിയുണ്ട്, കുറച്ച് വളഞ്ഞിട്ടാ, എന്നാലും നല്ല റോഡാ. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, നീ എന്തിനാ ഈ വളഞ്ഞു പോണത്? ഇതിൽ കൂടി ഒരു എളുപ്പ വഴിയുണ്ട് എന്ന്. വഴിയിൽ ചെറിയൊരു കുഴിയുണ്ട്, ഒന്ന് ചാടണമെന്നേ ഉള്ളൂ, എന്നാലും വേണ്ടാത്ത വഴിയാ. ഇവൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഇതിൽ കൂടി പോയി നോക്കാം. ചാടി, ചാട്ടം പഴച്ചു, കുഴിയിൽ വീണു, 4 ദിവസം കാല് വേദനിച്ചു. ഇപ്പം എന്തായി? എനിക്ക് ഒന്നും കൂടെ ഉറപ്പായി, ഈ വഴി തന്നെയാ നല്ലത് അല്ലേ? അപ്പോൾ വേണ്ടുന്ന വഴിയുടെ ഗുണം ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടാത്തതിൻ്റെ ദോഷം കൂടി നമ്മൾ അറിയണം. അപ്പോൾ പുരൂരവസ്ഥ നമുക്ക് പഠിപ്പിച്ചു തരണു, ഇങ്ങനെ ആവരുത്. ഇനി ഏകാദശ സ്കന്ധത്തിലെ ഗുരുനാഥന്മാരും ഇതുപോലെ തന്നെയാണ്. ചില ആൾക്കാർ ഇങ്ങനെ ആകണമെന്നും ചില ആൾക്കാർ ഇങ്ങനെ ആകരുതെന്നും. അപ്പം ഏതായാലും കഴിഞ്ഞില്ലേ ഇവിടെ? പുരൂരവസ്ഥനോടും ഉർവശിക്ക് സ്നേഹം മാത്രമല്ല, തിരിച്ചൊരു സ്നേഹമൊക്കെ ഉണ്ടായി. ഇയാളെ ഭ്രാന്തനെ പോലെയൊക്കെ ഉർവശി എന്ന് നാമം ജപിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരിക്കൽ മാനസ സരസിലേക്ക് സഖികളോടൊപ്പം കുളിക്കാൻ വന്ന ഉർവശി ഈ നാമം ജപിച്ച് നടക്കുന്ന പുരൂരവസ്ഥനെ കണ്ടു. ചോദിച്ചു, നിങ്ങൾ എന്താ ഈ നാമം ജപിച്ചുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ നിന്റെ നാമമാണ് ജപിക്കണത് ദിവസവും. കഷ്ടയെ, നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത്ര വലിയ മഹാരാജാവായിട്ട് പുരുഷനായി ജനിച്ചിട്ട് ഇങ്ങനെ സ്ത്രീകളെ വിശ്വസിക്കാൻ പാടുണ്ടോ നിങ്ങൾ? ഞങ്ങൾ പെണ്ണുങ്ങളുടെ സ്വഭാവം ഞങ്ങൾ തന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഭാഗവതത്ത് പറയണുണ്ട്. പക്ഷെ പെണ്ണുങ്ങളിപ്പോൾ അധികം ഉള്ളത് കൊണ്ട് ഞാനത് പറയണില്ല. അപ്പം ഏതായാലും ഇവിടെ ആ സ്വഭാവങ്ങളൊക്കെ ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞു. ഞങ്ങളെയൊക്കെ നിങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോ? ഞങ്ങളുടെ സ്വഭാവം തന്നെ ചപലതയാണ്. മനസ്സ് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കേണ്ട ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. സുഖം അപ്പുറത്താണ് സുഖം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ഉള്ളിൽ, ഇപ്പുറത്താണ് സുഖം തോന്നിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഉള്ളിൽ. അതുകൊണ്ട്
നിങ്ങളെപ്പോലെയുള്ള ഒരു പുരുഷൻ ഇതിലൊന്നും വീഴാൻ പാടില്ല. പുരൂരവസ് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ചാവും. ഉർവശീന്ന് ജപിച്ച് ഞാൻ ചാവും, എൻ്റെ ശരീരം ചെന്നായകൾ കടിച്ചു വലിക്കണത് നീ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി തുടങ്ങി. ഉർവശി അവസാനം സമ്മതിച്ചു, ഞാനൊരു കാര്യം ചെയ്യാം, ദേവേന്ദ്രനോട് പോയിട്ടൊരു സ്പെഷ്യൽ പാസ് എടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങ് ഗന്ധർവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു സൂത്രത്തിൽ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള വകുപ്പ് ചെയ്യും. അതുവരെ ഞാനൊരു കാര്യം ചെയ്യാം, ഓരോ വർഷവും ഇവിടെ വന്ന് അങ്ങയൊന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ ഉർവശി വന്നു. ഉർവശി 1-2 ദിവസം പുരൂരവസിനൊപ്പം താമസിച്ചു, പോയി. അവിടെ ഉർവശി ഗർഭം ധരിച്ചു. അതേസമയം ഗന്ധർവന്മാരെ കൊണ്ടുള്ളതായ ഉപാസനയിൽ കൂടിയിട്ട് ഇദ്ദേഹത്തിന് ഒരു പാത്രം ലഭിച്ചു, ഒരു സ്ഥാലി, അഗ്നി സൂക്ഷിക്കുന്നതായ ഒരു പാത്രം ലഭിച്ചു. ഈ അഗ്നിസ്ഥാലിയെ ഇദ്ദേഹം ഒരു വനത്തിൽ അവിടെ വച്ച് കുറച്ചു കാലം കഴിഞ്ഞു. അവിടെ ആ കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൻ്റെ ആരംഭമായി. ത്രേതായുഗം യാഗകർമ്മങ്ങൾക്കാണ്. കൃതേയൽ ധ്യായതോ വിഷ്ണു ത്രേതായാം യജതോമഖി ദ്വാപരേ പരിചര്യായാം കലൗ തൽ ഹരികീർത്തനാൽ എന്ന് ഭാഗവതം പറയും. കൃതയുഗത്തിൽ ധ്യാനമാണ് പ്രധാനം. അന്ന് ഭഗവാന്റെ രൂപമോ ഭഗവാന്റെ ക്ഷേത്രങ്ങളോ ഒന്നും ആവശ്യമില്ല. എല്ലാവരും കൃതകൃത്യന്മാരായതുകൊണ്ടാണ് ആ യുഗത്തിന് എന്ത് പേര്? കൃതയുഗം എന്ന് പേര്. കൃതകൃത്യന്മാരുടെ യുഗമാണ് കൃതയുഗം. അവർക്ക് ഹൃദയത്തിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നവരാ. അതുകൊണ്ട് അന്ന് ധ്യാനം. ഇന്ന് ധ്യാനിക്കണ്ടെന്നല്ല കേട്ടോ കലിയുഗത്തിൽ. പക്ഷെ കലിയുഗത്തിൽ നമ്മൾ അധികവും കണ്ണടച്ചിരിക്കുന്നത് ധ്യാനിക്കാനല്ല. ആണെങ്കിൽ ഇവിടെ ഇപ്പം എത്ര ആൾക്കാർ ധ്യാനിക്കണുണ്ടില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് കൃതയുഗത്തിൽ, കലിയുഗത്തിൽ ധ്യാനിക്കേണ്ടെന്നല്ല, ധ്യാനിക്കാം. ത്രേതായാം യജതഃ, ത്രേതായുഗം വന്നു. ഈ പുരൂരവസിൻ്റെ അവസാന കാലമാവുമ്പോഴേക്കും ത്രേതായുഗം തുടങ്ങി. ത്രേതായുഗം ഏതിനാ പ്രാധാന്യം? യജ്ഞങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ത്രേതായുഗ പുരുഷനായ രാമൻ യാഗങ്ങൾ അനേകം നടത്തിയത്. അതുകൊണ്ട് തന്നെ യാഗത്തിൽ ഏറ്റവും പ്രധാനമാണ് അഗ്നിയാണ്. അഗ്നിമീളേ പുലോഹിതം ലേ, അഗ്നിയാണ് പ്രത്യക്ഷ ഈശ്വരൻ. അപ്പോഴാണ് ഇയാൾക്ക് പണ്ടത്തെ പാത്രത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. പുരൂരവസ് പോയി നോക്കുമ്പോഴേക്കും ആ പാത്രത്തിൽ ഒരു വൃക്ഷം, ഒരരയാൽ വൃക്ഷം മുളച്ചു വന്നിട്ടുണ്ട്. ഇദ്ദേഹം അപ്പോഴും യജ്ഞം അല്ല, ഉള്ളിൽ ഉദ്ദേശം ഉർവശി തന്നെയാണ് നാമജപം. എന്ത് ചെയ്തു? അതിൻ്റെ 2-3 കമ്പുകൾ എടുത്ത് നടുവിലും മുകളിലൊക്കെ വെച്ച് അതിനെ മഥനം ചെയ്തു. താഴെയുള്ളത് താനാണ്, മുകളിലുള്ളത് ഉർവശിയാണ്, നടുവിലുള്ളത് തൻ്റെ സന്താനാണ് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇദ്ദേഹം അങ്ങനെ അരണി കടഞ്ഞതായ സമയത്ത് അത് 3 അഗ്നിയായിട്ട് മാറി. എല്ലാ തരത്തിലും ഉള്ളതായ ആ ത്രേതാഗ്നി, ത്രേതായുഗത്തിലെ ആദ്യത്തെ ആ യാഗാഗ്നി അവിടെ ഉണ്ടായി. ആ അഗ്നിയെ ജ്വലിപ്പിച്ച്, ആ അഗ്നിയെ സന്തോഷിപ്പിച്ച് പുരൂരവസ് സ്വർഗത്തിലേക്കുള്ള പാസ് നേടിയെടുത്തു. പിന്നെ ദേവലോകത്തിൽ അവിടെ ആയു, ശ്രുതായു, സത്യായു തുടങ്ങിയിട്ടുള്ളതായ 6 കുട്ടികൾ. ഇതിൽ ആയുവിൻ്റെ പുത്രന്മാർ, ശ്രുതായുവിൻ്റെ പുത്രന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നു. അതിലാണ് ജഹ്നു എന്നുള്ളതായ മഹർഷി ഉണ്ടായത്. ജഹ്നു മഹർഷിയെക്കുറിച്ച് ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഗംഗയെ ഉള്ളം കൈയിലേക്ക് ആവാഹിച്ച് കുടിച്ച് വറ്റിച്ച ആളാണ് ആര്? ജഹ്നു മഹർഷി. ആ ജഹ്നുവിൻ്റെ വംശത്തെ പറഞ്ഞു. പിന്നീട് അതിൽ ഗാധി എന്നുള്ളതായ ഒരു രാജാവ്, ഗാധി, അദ്ദേഹത്തിൻ്റെ മകളാണ് സത്യവതി. ഋജീകൻ എന്നുള്ളതായ ഒരു ബ്രാഹ്മണൻ ഈ സത്യവതിയെ വിവാഹത്തിന് ചോദിച്ചപ്പോൾ കൊടുക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ഒരു ഡിമാൻഡ് പറഞ്ഞു. ഒരു ചെവി കറുത്തിട്ടുള്ളതായ, ബാക്കിയൊക്കെ വെളുപ്പുള്ള കുതിര 1000 എണ്ണം വേണം. കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ഈ കുതിരകളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു അത്രേ വരുണൻ. വരുണൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു എത്ര വേണമെങ്കിലും തരാം. അങ്ങനെ ആ സത്യവതിയെ വിവാഹം ചെയ്തു. സത്യവതി ഗർഭം ധരിച്ചു. ഋജീകനും സന്തോഷമായി. അപ്പോഴാണ് ഈ സത്യവതിയുടെ അമ്മയും ഗർഭം ധരിച്ചത്. 2 ആളും ഒരേ സമയത്ത് അമ്മയും മകളും ഗർഭം ധരിച്ചു. ഇവിടെ ഗർഭകാലത്ത് കഴിക്കാനുള്ളതായ ആ ഔഷധങ്ങൾ അത് ജപിച്ചിട്ട് കൊടുക്കണ ഒരു സമ്പ്രദായം പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത്യാവശ്യം നെയ്യ് ജപം, വെണ്ണ ജപം എന്നൊക്കെ പറഞ്ഞിട്ട് ചില നാടുകളിൽ പതിവുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഈ ഗർഭകാലത്ത് ഓരോ മാസവും ഓരോ വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ഔഷധം, വെണ്ണ സേവിക്കുകയൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഈ കുട്ടിക്ക്
എല്ലാ തരത്തിലും ബലവും ഗുണവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇവിടെ ഈ ഋജീക കുളിക്കാൻ പോയ സമയം ഈ സത്യവതിയുടെ അമ്മയ്ക്കൊരു സംശയം ഉണ്ടായിത്രേ. രണ്ടാൾക്കും ജപിച്ചു വെച്ചിട്ടുണ്ട് ഇയാൾ മരുന്ന്. അപ്പോൾ എന്തായാലും ഭാര്യയോടുള്ള സ്നേഹമൊന്നും ഭാര്യയുടെ അമ്മയോട് ഉണ്ടാവില്ലല്ലോ. ഈ അമ്മ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടിയിട്ട് അയാൾ കുറച്ചധികം ജപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, അത് ഞാൻ കുടിച്ചോളാം, എൻ്റെത് നീ കഴിച്ചാൽ മതി. അമ്മ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കേണ്ട വെച്ചാൽ അതും ചെയ്തു. ഋചീകൻ പറഞ്ഞു, അബദ്ധായി. എന്തേ? നമ്മുടെ കുട്ടി നല്ല ബ്രഹ്മതേജസ്സുള്ളവനാവണം എന്ന് വെച്ചാൽ ആ തരത്തിലാണ് ജപിച്ചത്. നിന്റെ അമ്മയ്ക്ക് ക്ഷാത്രതേജസ്സുള്ള ഒരാളുണ്ടാവണം എന്ന് വെച്ചിട്ട് അങ്ങനെയാ ജപിച്ചത്. ഇങ്ങനെ അബദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഏതായാലും കുടിച്ചു. എന്ത് ചെയ്യും, നമ്മുടെ മകൻ്റെ മകനാവട്ടെ എന്ന് തൽക്കാലം ആ വരം നീട്ടിക്കൊടുത്തു. ആ ഫലം, കർമ്മഫലത്തെ കുറച്ചൊന്ന് നീട്ടിക്കൊടുത്തു. അങ്ങനെ ഒരു ഭാഗത്ത് വിശ്വാമിത്രനുണ്ടായി. ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു. ഇതേ സമയം ഇപ്പുറത്ത് ജമദഗ്നി എന്ന പുത്രനുണ്ടായി. ഈ ജമദഗ്നി രേണുകയെ വിവാഹം ചെയ്തു. അവിടെ ഭഗവാൻ രാമ ഇത്യഭിവിശ്രുത, രാമനായിട്ട് അവതരിച്ചു. മറ്റൊരു രാമാവതാരം പരശുരാമാവതാരം. മഹാദേവനെ സന്തോഷിപ്പിച്ച് കയ്യിലേക്ക് പരശുവിനെ ധരിച്ചത് കൊണ്ട് പരശുരാമൻ. എല്ലാ തരത്തിലും കാർത്തിവീരാർജുനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അത്ര അക്കാലത്ത്. തൻ്റെ 1000 കൈകളെ കൊണ്ടും ചിറകെട്ടി ദേവസുന്ദരികളെ സന്തോഷിപ്പിച്ച് രാവണനെ പോലും പരാജയപ്പെടുത്തിയതായി കാർത്തിവീരാർജുനൻ ജമദഗ്നിയുടെ കാമധേനുവിനെ തട്ടിയെടുത്തപ്പോൾ ജമദഗ്നിയോട് അച്ഛനോടുണ്ടായ ആ സ്നേഹം കാർത്തിവീരാർജുനനെ വധിച്ചു പരശുരാമസ്വാമികൾ. ഒടുവിൽ കാർത്തിവീരാർജുനൻ്റെ മക്കള് പരശുരാമൻ്റെ ഈ ആശ്രമത്തിലേക്ക് ഇല്ലാത്ത സമയത്ത് വന്ന് ജമദഗ്നിയെ വധിക്കുന്നതും, നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങിയതായ ആ അമ്മയുടെ കരച്ചിൽ 21 തവണ നെഞ്ചത്തടിച്ചപ്പോൾ അവിടെ നിർത്തി. അത്രയ്ക്ക് എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നും പറഞ്ഞു. 21 തലമുറ ആ ക്ഷത്രിയ കുലത്തെ അവിടെ വകവരുത്തി. അവരുടെ ആ രക്തം കൊണ്ട് 5 തീർത്ഥ ഭാഗങ്ങളുണ്ടാക്കി. അവരുടെ അസ്ഥികൂടങ്ങളെ കൊണ്ടൊരു പർവ്വതം ഉണ്ടാക്കി. ചെയ്തത് തെറ്റ് എന്ന് ജമദഗ്നിയോട് വിളിച്ചു പറഞ്ഞു. ജമദഗ്നി ചെയ്തത് തെറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊന്നും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ ഉപദേശിച്ചു. തീർത്ഥാടനത്തിന് പോകാൻ പറഞ്ഞു. തീർത്ഥാടനത്തിന് പോയി. എന്നിട്ടോ അടുത്ത അധ്യായത്തിൽ ജമദഗ്നിക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് വേറെ കാര്യം അല്ലേ. അന്യോപദേശം ചെയ്യുമ്പോൾ നാമൊക്കെ സുജനങ്ങളാം, തൻകാര്യം വന്നു ചേരുമ്പോഴാണ് ഈ കുഴപ്പം. തൻ്റെ ഭാര്യ അല്പസമയം മറ്റൊരാൾ നോക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജമദഗ്നിക്ക് ദേഷ്യം വന്നു. സഹോദരന്മാരോട് വധിക്കാൻ പറഞ്ഞപ്പോൾ പറ്റില്ല, അമ്മയെ കൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് തീർത്ഥാടനവും കഴിഞ്ഞ് മഴവും ചുഴറ്റിക്കൊണ്ട് വരുന്നത്. കൊല്ലാൻ പറഞ്ഞു. അമ്മയെ മതിയോന്ന് ചോദിച്ചു. മതി, പോരാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ബാക്കിയുള്ളവരെയും അങ്ങ് കൊന്നു. എന്തേ കൊല്ലാൻ കാരണം? അച്ഛൻ്റെ തപസ്സിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് അവരെയൊക്കെ വീണ്ടും ജീവിപ്പിച്ചു. ഇവിടെ കാർത്തിവീരാർജുനൻ്റെ മക്കൾ ജമദഗ്നിയെ വധിക്കുന്നതായ രംഗം അവരുടെ ആ തലമുറയെ തന്നെ കുറേ കാലം ഇല്ലാണ്ടാക്കി. ജമദഗ്നിക്ക് വീണ്ടും ജീവൻ കൊടുത്ത് അടുത്ത സപ്തർഷി ഗണത്തിലേക്ക് ജമദഗ്നിയെ ചേർത്തു വെച്ചു. ഒടുവിൽ അനേകം ദാനധർമാദികളെ ചെയ്ത് ഈ ഭൂമിയെ യജ്ഞം നടത്താനുള്ളതായ, യാഗം നടത്താനുള്ള ഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു പരശുരാമസ്വാമികൾ. അങ്ങനെ ഓരോ ഭാഗവും യാഗം യജ്ഞം നടത്താനായിട്ട് അവിടെ കൽപ്പിച്ച് യജ്ഞസമ്പ്രദായങ്ങളെ ഉണ്ടാക്കി. പരശുരാമസ്വാമികൾ സകലർക്കുമായിട്ട് ഇതിനെ ദാനം ചെയ്തു. പരശുരാമ ഭൂമിയെ എല്ലാ തരത്തിലും ശ്രീരാമനിലേക്ക് തൻ്റെ ആ തേജസ്സിനെ സമർപ്പിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ ചെന്ന് നിത്യതപസ് ചെയ്യുന്നു. അടുത്ത യുഗത്തിൽ വേദധർമ്മത്തെ പ്രവർത്തിപ്പിക്കാൻ ഈ പരശുരാമസ്വാമികളിതാ ലോകത്താൽ ആരാധിക്കപ്പെടുന്നവനായിട്ട് ശോഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതത്തിലെ പരശുരാമചരിതം അവിടെ സമർപ്പിച്ചത്. അപ്പം എല്ലാ തരത്തിലും ഇവിടെ വേദധർമ്മം അതിനെ ഏത് തരത്തിലും നിലനിർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ അവതാരോദ്ദേശം. ചിലപ്പോൾ നമുക്ക് പരശുരാമൻ ഇങ്ങനെ ഒരു ഭീകര ജീവിയായിട്ടൊക്കെയാണ് തോന്നുക. അപ്പോൾ ചിലരോട് ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ ആ തരത്തിലേക്ക് വന്നു പോകേണ്ടി വരും. പിന്നെ ഭാഗവതത്തിൽ ഒരാളെയും കൊന്നു എന്ന് പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഗുരുനാഥൻ. കൊന്നു എന്ന് നമുക്ക് തോന്നണതാണ് അത്രേ. ശരിക്കും ഭഗവാന്റെ അവതാരത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. പറയുമ്പോൾ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം എന്ന് പറയാറുണ്ട് അല്ലേ. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ, ദുഷ്ടന്മാരെ
ഒന്നും കൂടി ഭാഗവതം വായിക്കുക, എന്നിട്ട് ആലോചിച്ച് നോക്കുക ദുഷ്ടന്മാരെ. ഒന്നും കൂടി ഭാഗവതം വായിക്കുക, എന്നിട്ട് ആലോചിച്ച് നോക്കുക ദുഷ്ടന്മാരെയും അനുഗ്രഹിക്കാൻ. ശരിക്കും നമ്മളൊക്കെ നാമം ജപിക്കുന്നുണ്ട്, ഭാഗവതം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഭഗവാനിലേക്ക് എത്തുമെന്ന് വിചാരിക്കുക. എത്താത്തവരെയും തന്നിലേക്ക് എത്തിക്കാനാണ് ഭഗവാന്റെ ഈ ദുഷ്ടനിഗ്രഹം. അത് അടി കൊടുത്തു എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ നമുക്ക് നല്ല വെള്ള മുണ്ടുണ്ട്, വെളുത്തൊരു മുണ്ടുണ്ട്. ആ വെളുത്ത മുണ്ടിൽ കറ പറ്റിയാൽ നമ്മൾ എങ്ങനെയാ കറ കളയുക? ഇഷ്ടമുള്ള മുണ്ടിനോട് നമ്മൾ എങ്ങനെ പെരുമാറും? ആ സമയത്ത് ഇഷ്ടമുള്ള മുണ്ടിനോട് എങ്ങനെ പെരുമാറും? പതുക്കെ തടവിയിട്ടാണോ കറ കളയുക? അല്ല, പിന്നെയോ 4 കുത്ത് 4 അടി അല്ലേ? ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഈ വെളുത്ത മുണ്ടിനോട് നല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് അവൻ വെളുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ അടി കൊടുക്കുന്നത്. ഇതുപോലെ ഭഗവാൻ ഓരോ അവതാരങ്ങളെടുത്ത് ദുഷ്ടന്മാരെ അടിക്കണുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലും അവരെ വെളുപ്പിക്കണം, അവരുടെ ഉള്ളിലും നന്മയുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഭഗവത് അവതാരങ്ങളുടെയൊക്കെ ലക്ഷ്യം ഭൃത്യാനുഗ്രഹകാതര, ഭക്തന്മാരെ അനുഗ്രഹിക്കൽ മാത്രമാണ്. അപ്പോൾ ഭാഗവതത്തിൽ അനുഗ്രഹിച്ച കഥ മാത്രമേ ഉള്ളൂ, നിഗ്രഹിച്ച കഥകളില്ല. എങ്കിൽ ഭാഗവതം വായിക്കുന്ന, ഭാഗവതം കേൾക്കുന്ന ഈ ഒരു രംഗത്തിലേക്ക് എത്തുന്ന നമ്മളെയും ഭഗവാൻ എന്നും അനുഗ്രഹിക്കുക മാത്രമേ ഉള്ളൂ. ദൈവാധീനം എനിക്കില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞേക്കരുത്. ദൈവാധീനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവാധീനമേ ഇല്ല എന്നുള്ളത് മാറിയിട്ട് ദൈവാധീനമേ ഉള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കും. അതിന് ഗുരുനാഥന്മാരും ഗുരുഭൂതന്മാരും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആദ്യമായിട്ടാണ് ഈ ഒരു തത്വ സമീക്ഷാ സത്രത്തിൽ ഒരവസരം ഭഗവാൻ നൽകിയത്. പറഞ്ഞ വാക്കുകൾ, അതിൽ ആ ഈശ്വരമഹിമ ഭാഗവതം അല്പമായിരിക്കും എങ്കിലും അത് വന്നിട്ടുണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ കടാക്ഷമാണ് എന്നും, മറ്റു വാക്കുകളൊക്കെ ചപലതയായി തോന്നുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ എല്ലാ മഹാത്മാക്കളും കൂടുതൽ ഭാഗവത ധർമ്മത്തെ അറിയാൻ അനുഗ്രഹിക്കുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.